നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ സമസ്ത പിളർന്നത് അലവിയാണല്ലോ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറുപ്പകാലത്ത് അടക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നടന്നാൽ, ഞാൻ ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ, കൂടുതൽ അലവി പറയിപ്പിക്കരുത്. അലവി സമസ്ത പഠിച്ചിട്ടില്ല. കാരണം അലവിക്ക് സമസ്ത പഠിക്കാനുള്ള സമയവും കിട്ടിയിട്ടില്ലായിരുന്നു. അത് അടക്കത്തോടത്തു കൂടി നടന്നാൽ കിട്ടുന്ന പണിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ. എന്നിട്ട് പണ്ഡിതന്മാരെ തെറിയഭിഷേകം നടത്തുക, പരിഹസിക്കുക. ഒരു സദസ്സിൽ നിന്ന് അടുത്ത സദസ്സ് കിട്ടുന്ന ഗാന്ധിത്തല കീശയിലിട്ടിട്ട് കുംഭ വീർപ്പിച്ച് നടക്കുക. സമസ്തയാണ് പോലും. എന്നാ ഞാൻ പറഞ്ഞുതരാം സമസ്ത എന്തിനാ പിളർന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയത്തിന്റെ പേരിലാണ് സമസ്ത പിളർന്നത് എന്നല്ലേ പറയുന്നത്. അതാണ് ഇക്കാലത്ത് അടക്കയുമായി സമസ്ത പിളർന്നെന്ന് വെച്ചാൽ സമസ്തന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കുന്നു എന്ന് തന്നെയായിരുന്നു അന്നത്തെ കാരണം. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലനം തുടങ്ങി. ആ വ്യതിചലനം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. ഞാൻ 2016 89 പിളർന്ന സമസ്ത 2 സമസ്ത ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇപ്പൊ ചേലാരി സമസ്തക്കാരെ തെരുവ് കോമഡി എന്താണെന്നറിയങ്ങള്? ചേലാരി സമസ്തക്കാരുടെ തെരുവ് കോമഡി ഏപ്പിക്കാരി ബിദ്അത്ത് വളർത്തുകയാണ്. അലവി എത്ര കേക്കാ പടിഞ്ഞാറ്. നിങ്ങൾ ആലോചിച്ചു നോക്കി സുഹൃത്തുക്കളെ. ഏപ്പിക്കാര് ബിദ്അത്ത് വളർത്തുകയാണ്. മുജാഹിദ് ജമാഅത്തായിട്ടൊക്കെ ഭയങ്കര കൂട്ടുകെട്ടാണ്. നിങ്ങൾ ഈ മണ്ണാർക്കാട് വിശദീകരിക്കാൻ വന്നിട്ട് തന്നെ ഈ കാര്യം പറഞ്ഞത് വല്ലാത്തൊരു തമാശയാണ്. അല്ല, തമാശ പറയാം. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ആരാണ് ഈ മുജാഹിദ് ജമാഅത്തായിട്ട് ഇന്ന് കൂട്ടുകൂട്ടുന്ന സമസ്ത? ഞങ്ങളോ നിങ്ങളോ? നിങ്ങൾ എന്താ വിചാരിച്ച് നാട്ടുകാരൊക്കെ അന്നം തിന്നണ മനുഷ്യന്മാരാണ്? ഇവിടെ നോക്കൂ നിങ്ങൾ. ചേലാരി സമസ്തയുടെ വൈസ് പ്രസിഡന്റ്, ഉപാധ്യക്ഷൻ, മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചപ്പോ അയാൾ അവിടെ ചെന്നു. ആര്? ഈ ചേലാരി സമസ്തന്റെ വൈസ് പ്രസിഡന്റ്. മയ്യത്ത് കണ്ട് അയാൾ തിരിച്ചു പോരല്ല ചെയ്തത്. അയാൾക്ക് ഭയങ്കര ബിസിയുള്ള ഉപാധ്യക്ഷനാണ്. താജുൽ ഉലമ മരിച്ചിട്ട് എട്ടിക്കോട്ടേക്ക് വരാൻ സമയം കിട്ടാത്ത ഭയങ്കര ബിസിയുള്ള മനുഷ്യൻ. ആ ബിസിയുള്ള മനുഷ്യന് പത്തപ്പിരിയത്ത് ചെന്ന് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനാസ സന്ദർശിച്ച് അയാൾ പത്രക്കാരോട് എന്താ പറഞ്ഞറിയോ? ചേലാരി സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ഖാദർ മൗലവിയുടെ മരണം സമുദായത്തിന് കനത്ത നഷ്ടാണ്. ചേലാരി മൊല്ലമാരെ 1/2 ഉറുപ്പ്യന്റെ നഷ്ടല്ലോടും അയാളെ മരണം സുന്നത്തുമായത്തിന്. ഈ സമുദായത്തിന് എന്ത് നഷ്ടമുള്ളത്? ആരാണ് AP അബ്ദുൽ ഖാദർ മൗലവി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി. ആരാണ് മുജാഹിദ് പ്രസ്ഥാനം? അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധ റൗള ഞങ്ങൾക്ക് സൗദി അറേബ്യയുടെ ഭരണം കിട്ടിയ 2ാമത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞ സലഫി പ്രസ്ഥാനത്തിന്റെ നേതാവ്. ആ നേതാവ് മരിച്ചിട്ട് നിങ്ങൾ അവിടെ ചെന്നു. അതിനുള്ള പ്രത്യുപകാരം ഇപ്പൊ ബിദ്അത്തുകാർ ഇങ്ങോട്ടും കാണിക്കുകയാണ്. ആനക്കര കോയക്കുട്ടി മുസ്ലിയാരും വഫാത്തായി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അയാൾക്ക് ജീവിതത്തിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല ചങ്ങായിമാരെ മുജാഹിദ് നേതാക്കൾ അവിടെ വന്നിരിക്കുന്നു. അയാളെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആ ആനക്കര കോയക്കുട്ടി മുസ്ലിയാരുടെ ജനാസ സന്ദർശിക്കാൻ ബിദ്അത്തുകാർ വരുന്നു. വരുമ്പോ കസേരത്തിരിക്കുന്നു. ചേലാരി സമസ്തക്കാരും മുജാഹിദീങ്ങളൊക്കെ ഐക്യത്തിലിരിക്കുകയാണ്. ഈ കരുവാരെ കൊണ്ട് സമസ്ത മുഷാവറയുടെ ഒരു നേതാവിന്റെ അനുസ്മരണ പരിപാടി നടത്തിയില്ലേ? ആ അനുസ്മരണ പരിപാടിയിൽ മുജാഹിദിന്റെ മടവൂരി വിഭാഗം, അല്ലാത്ത വിഭാഗം, ജമാഅത്തേര് എല്ലാവരും കൂടി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുസ്മരണം. അല്ല ചെങ്ങൈമാരെ, 89 സമസ്ത പിളർന്നത് എന്തിനാണ് ഇപ്പൊ തിരിഞ്ഞില്ലെങ്കിൽ? ഇനി മാത്രമല്ല, സമസ്തന്റെ സമ്മേളനം നടക്കാനെന്നപ്പോ കൂരിയാട് സമ്മേളനം നടന്നു, പട്ടിക്കാട് ജാമിയ നൂരിയന്റെ സമ്മേളനം നടന്നു. ഇങ്ങനെ ഇവരുടെ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സമ്മേളനം നടക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നഗരി സന്ദർശിക്കുന്നു, അവരെ സ്വീകരിക്കുന്നു, അവർക്ക് ചായ കൊടുക്കുന്നു, വത്തക്ക വെള്ളം കലക്കി കൊടുക്കുന്നു. കൊടുത്തോളി, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ സമസ്ത എന്ന് പറയരുത്. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങൾ സമസ്തയാണെന്ന് പറയരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരാ ഈ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതും വലിയ രസ. 1940-കൾക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ വരുന്നത്, അല്ലേ? ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി വരുമ്പോ പറഞ്ഞത് എന്താ? ഇന്ത്യന്റെ ഗവൺമെന്റ് താഗൂത്ത് ഗവൺമെന്റ് ആണ്.
പിശാച് ഭരണാണ്. വോട്ട് ചെയ്യാൻ പാടില്ല. പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോകുമ്പോ ശിർക്ക് മണക്കുന്ന ജമാഅത്തേരന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ചിരിച്ചു പോവുകയാണ്. ആ ജമാഅത്തേരാണ് ഇപ്പൊ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഗ്യാസും ഒഴിച്ച് ഗ്യാസും കുറ്റിയും തലയിൽ വെച്ച് നടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ ജമാഅത്തേര വോട്ടാണ് ഇപ്പൊ ചേലാരി സമസ്ത കച്ചവടം ഉറപ്പിക്കുന്നതും മണ്ണാർക്കാട് അടക്കം. ഭയങ്കര കൂട്ടുകെട്ടങ്ങൾ, നല്ല വിജയ ഇരിക്കട്ടെ. ഞാനൊക്കെ അതിലേക്ക് ഇൻഷാ അല്ലാഹ് വരാം. ഞാൻ പറഞ്ഞപ്പോ സമസ്ത രൂപീകരിച്ച ലക്ഷ്യം അത് വിദേഹത്തിനെ പ്രതിരോധിക്കാനാണ്. ആ 89 സമസ്ത പിളർന്നത് എന്തിനായിരുന്നു എന്നുള്ളത് രണ്ട് സമസ്തന്റെ പ്രവർത്തനം നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇവരിപ്പോ പറയുന്ന കാര്യങ്ങള് APക്കാർക്ക് മുജാഹിദിനോടും ജമാഅത്തേരോടൊന്നും മുഖാമുഖം നടത്താനുള്ള ധൈര്യമില്ല. എന്നിട്ട് ചോദിക്കുകയാണത്രേ, ഇവിടെ വന്നിട്ട് ഒരാൾ പറയാ, അല്ല ചങ്ങായി, ആരെങ്കിലും ദുനിയാവില് വിശ്വസിക്കോ ഇമാതിരി കോമഡിയൊക്കെ പറഞ്ഞ? മുജാഹിദീങ്ങൾ ചിരിക്കുന്നുണ്ട് ആ വാക്ക് കേട്ടിട്ട്. ഇവരെന്ത് തമാശ ഈ പറയുന്നുള്ളത്? കാരണം ഓൾക്കറിയാം APക്കാര് മാത്രമേ ഉള്ളൂ ആദർശപരമായിട്ട് അവരോട് സംസാരിക്കാൻ. ജക്കരിയ സ്വലാഹി എന്ന് പറയുന്ന ഒരു മുജാഹിദ് മൗലവി ഇപ്പൊ അയാൾ ചിത്രത്തിലുമില്ല ചരിത്രത്തിലുമില്ല. അയാൾ ആ നന്ദി കോളേജിന്റെ മുന്നിൽ ചെന്നിട്ട് ദാരിമികളെ വിളിക്കാണ്, ഇറങ്ങി വരി മൂല്യന്മാരെ, എന്നിട്ട് പേര് നേരം വെളുക്കോളം ഇരിക്കാൻ ജക്കരിയ തയ്യാറാത്ര ദാരിമികളേക്ക്. ഏത് ദാരിമി? നമ്മളെ ഈ സദസ്സിൽ കുറെ ദാരിമികൾ കേട്ടോ, ഓലയിച്ചല്ലോ. ആ കോളേജിൽ ഇപ്പോഴുള്ള ദാരിമികളെ കഥയെ പറയുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ ജക്കരിയ സ്വലാഹി വേണ്ട, ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയുടെ മുന്നിൽ വന്ന് മൈക്ക് കെട്ടി ഇറങ്ങി വരി മൊയ്ലിയരെ ചോദിക്കാന്ന് പറഞ്ഞ് ചങ്കുറപ്പോടെ പ്രസംഗിക്കാൻ പറ്റുന്ന ഏത് മൗലവിയായി കേരളത്തിലുള്ളത്? ആദർശപരമായി നേരിടുള്ള കരുത്താർക്കുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ APക്കാർക്ക് മുഖാമുഖം നടത്താൻ കഴിയുന്നില്ല. ഇപ്പോഴും എവിടെയും മുഖാമുഖം നടത്താനില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു? ഒരാൾ വന്നിട്ട് ഇതാണ് പറയുമ്പോ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ എന്നത് ശരിയാണ്, അത് വിശ്വസിക്കും ആരും അറിയങ്ങള്? ചേലാരി സമസ്തക്കാരും നിങ്ങളെ താങ്ങി നടക്കണ മുസ്ലിം ലീഗ്. അതല്ലാത്ത ഒരു കുട്ടിയും വിശ്വസിക്കൂല. ഓർക്ക് നിങ്ങൾ കാശ് കൊടുത്താൽ അവരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നല്ലാതെ ലോകത്ത് വേറെ ഏതെങ്കിലും മനുഷ്യന്മാർ വിശ്വസിക്കോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇന്നും മുഖാമുഖോ ആദർശ പരിപാടിയോ ഒക്കെ ആയിട്ട് ഈ പ്രസ്ഥാനമാണ് മുന്നോട്ട് പോണത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ആരാണ് ഈ വിദഗ്ധക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്? അവർക്ക് അതൊന്നൊരു വിഷയമല്ല. നിങ്ങൾക്കറിയോ, ചേലാരി സമസ്തക്ക് ഇപ്പൊ മുജാഹിദും ജമാഅത്തും ഒന്നുമില്ല പ്രശ്നം. ആള് APക്കാരനാകാതിരുന്നാ മതി. APക്കാരനാകാതിരുന്നാ മതി. ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏതെങ്കിലുമൊക്കെ കടുത്ത നിലപാടുകൾ ഓരോ മഹല്ലത്തിലും വിദഗ്ധക്കാരെടുക്കുമ്പോഴും ഈ ചേലാരി സമസ്തയുടെ കീഴിൽ നടക്കുന്ന ഒരു മഹല്ലത്തിൽ പോലും ഒരു വിദഗ്ധക്കാരനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ അവർ ധൈര്യം കാണിക്കുന്നില്ല. എന്നാൽ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ ഒരു DYFI പ്രവർത്തകന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക. അയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുന്ന, ഞാൻ അത്തരം പോസ്റ്റുകൾ അനുകൂലിക്കുന്ന ഒരാളല്ല, പക്ഷെ അദ്ദേഹത്തിന് ഊരുവിലക്ക് ഏർപ്പെടുത്താൻ ചേലാരി സമസ്തയുടെ കീഴിലുള്ള മഹലിൽ എന്ത് അവകാശം? നിങ്ങൾ കണ്ടില്ലേ ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ? AP ഉസ്താദിനെ കുറിച്ച് ഏതൊക്കെ കോലങ്ങൾ എവിടെയായിരുന്നു? എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഊരുവിലക്കുമായിട്ട് വരികയാണ്. അത് വലിയ വിവാദമായി. ഇതിപ്പോ എന്താണെന്നറിയാം നിങ്ങൾ? മുസ്ലിം ലീഗിനെതിരെ ആര് സംസാരിച്ചാലും ചേലാരി സമസ്തയുടെ ഒരു പുതിയ തീരുമാനമാണ് അവരെ അങ്ങ് മഹല്ലിൽ ഒതുക്കിക്കളയുക എന്നുള്ളത്. ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്ത തെറ്റും. AP ഉസ്താദ് ഇവിടെ ചെയ്ത തെറ്റെന്താണെന്നറിയങ്ങള്? വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ എന്നുള്ള ആയത്തോതിയിട്ട് ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞില്ല. അത് പറയാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറുമല്ല. അത് പറയാൻ റഹ്മത്തുള്ളാഹിനെ വിളിച്ചാണ്. അല്ലെങ്കിൽ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ എന്നതിന്റെ അർത്ഥം ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണ്. അതിൽ ഏത് വാക്കിന്റെ അർത്ഥം ലീഗ് എന്ന്? അതേത് വാക്കിന്റെ അർത്ഥം? ഇപ്പനെ സ്വർഗം എന്നൊക്കെ ഇല്ലല്ലോ എന്ന് ഞങ്ങൾക്കറിയാം. ലീഗ് എന്നുള്ള അറബി വാക്കയിൽ ഏതാ ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഈ ആയത്ത് പച്ചക്കൊരു മൊയ്ലിയേര് ദുർവ്യാഖ്യാനം ചെയ്തുകൂടെ? എന്തേരുന്നു ഇവിടെ എല്ലാവർക്കും സന്തോഷം? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത് ഞങ്ങളെ ഉലമാക്കൾ ചെയ്തില്ല എന്നുള്ള തെറ്റല്ലേ ഇവിടെ ഉള്ളത്? എന്നിട്ട് ഇവിടെ പറയാണ് ബിദ്അത്തിനെ വളർത്തുന്നത് APക്കാരാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ഞങ്ങൾ ഈ മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചത് മുതലാണ് ഇവർക്ക് പുതിയ ചില ഒരു തരം പേ ഇളകി തുടങ്ങിയത്. ആ മുസ്ലിം ജമാഅത്ത് കക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല. മുസ്ലിം ജമാഅത്ത് ഒരു രാഷ്ട്രീയ സംഘടനയുമല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ ബോധമുള്ളവർ, അതിൽ യാതൊരു സംശയമില്ല.
പിന്നെ അടുത്ത ആരോപണം എന്താ പറയുന്നത്? മുസ്ലിം ജമാഅത്താണ് കേരളത്തില് തിരുവനന്തപുരത്ത് രാജഗോപാലിനെ വിജയിപ്പിച്ചത്. അല്ലെ, പറയുമ്പോ ഞങ്ങൾ ഇതൊക്കെ തുറന്നങ്ങോട്ട് പറയും. ഞങ്ങൾക്ക് പിന്നെ അതിൽ അങ്ങനത്തെ വേറെതൊന്നുമില്ല. രാഷ്ട്രീയം പറയാനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞങ്ങളുടെ പണി അതല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ നടന്നു. 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പലരും മത്സരിച്ചു. പലരും ജയിച്ചു, പലരും തോറ്റു. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ചേളാരി സമസ്തന്റെ ആൾക്കാർ ഒരു തെരഞ്ഞെടുപ്പ് വിശദീകരിച്ച് കിടക്കുകയാണ്. അവർക്ക് എന്താ പതില് കാര്യം? മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് എന്താ ഉണ്ടായത്? മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നില്ലേ? അയാൾ വലിയ കറാമത്തുള്ള ആളല്ലേ? അയാളെ വാക്ക് പുലർന്നില്ലല്ലോ. ഷംസുദ്ദീൻ അവിടെ ജയിച്ചു വന്നു. ഇനി ഞാൻ മണ്ണാർക്കാട് പറഞ്ഞത്, മണ്ണാർക്കാട് ഷംസുദ്ദീനെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം 8000 ചില്ലാനും വോട്ടാണ്. 8000 ചില്ലാനും വോട്ടാണ് ഷംസുദ്ദീന് ഭൂരിപക്ഷം. മണ്ണാർക്കാട് പ്രത്യേകിച്ച് എന്തല്ല, ഒരു UDF മണ്ഡലമല്ല, ഒരു LDF മണ്ഡലം അല്ല. ഒക്കെ ശരിയാണ്. എന്നങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ തവണ അവിടെ ഷംസുദ്ദീൻ ജയിച്ചു. 12000 ചില്ലാനും വോട്ടുകൾക്ക് ജയിച്ചു. ശരിയാ. ഇനി എ പി അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞത്? ചേളാരി സമസ്തന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഞങ്ങളെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചേളാരി സമസ്തന്റെ വൈസ് പ്രസിഡന്റ് എന്തേ പറഞ്ഞറിയോ? അയാൾ കൊടുവള്ളിയിൽ എത്ര പൊതുയോഗത്തിൽ പങ്കെടുത്തു? കാരാട്ട് റസാക്കിനെ തോൽപ്പിക്കാൻ പറഞ്ഞു. താനൂരിൽ അദ്ദേഹം വന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ജയിപ്പിക്കാൻ കുടുംബ യോഗങ്ങൾ വിളിച്ച് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ദ്വാരുന്നു. തിരുവമ്പാടിയിൽ ചെന്നു. എല്ലാ മണ്ഡലങ്ങളിലെത്തിയില്ലേ? പക്ഷെ അദ്ദേഹം ജയിപ്പിക്കാൻ പറഞ്ഞ പലരും തോറ്റുപോയി. ശരി, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് മണ്ഡലത്തിൽ എവിടെയെങ്കിലും വന്നിട്ട് ചേളാരി സമസ്തന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞത് എവിടുന്ന? അതും ഞാൻ പറഞ്ഞത് മർക്കസിലെ അലുമിനി മീറ്റ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഉസ്താദ് എന്തുകൊണ്ട് മണ്ണാർക്കാട് പറഞ്ഞു? അതിന്റെ ഒരു കാരണം പറഞ്ഞുതരാം. ഈ അലുമിനി മീറ്റിൽ പങ്കെടുക്കേണ്ട ഒരാളാണ് മണ്ണാർക്കാട് കല്ലാങ്കുഴിയിൽ കൊല്ലപ്പെട്ടു പോയ നൂറുദ്ദീൻ. നൂറുദ്ദീൻ മർക്കസിലെ വിദ്യാർത്ഥിയാണ്. അപ്പൊ നൂറുദ്ദീൻ ഉണ്ടായിരിക്കേണ്ട ഒരു മീറ്റിംഗ്, അവിടെ നൂറുദ്ദീനെ കാണാതിരിക്കുമ്പോൾ ഉസ്താദിനുണ്ടായ ഒരു സങ്കടം. ആ സങ്കടം ഉസ്താദ് പങ്കുവെച്ചു. സത്യമാണ്. ഇനി ഈ നൂറുദ്ദീനെയും അവന്റെ ജ്യേഷ്ഠ സഹോദരനായ കുഞ്ഞു ഹംസക്കയെയും അതിക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തു. അതും എന്തിനാണെന്നറിയാം. ചേളാരി മൊയ്ലിയമാര് വിശദീകരിച്ച് നടന്നു. നേരത്തെ ഉണ്ടായ ഒരു കുടുംബ കലഹത്തിന്റെ ബാക്കിയാണതെന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു ചകല സേകാരി മൊല്ലമാര്. കൊലപാതകം നടന്നു. ആ കൊലപാതകം അവിടെ അന്നത്തെ പ്രശ്നം കഴിഞ്ഞു. ഇത് 98-ൽ ഉണ്ടായതാണ്. അതിന് ശേഷം അവരുടെ മക്കളുമായി നൂറുദ്ദീന്റെ ബന്ധമെങ്ങനെ, കുഞ്ഞു ഹംസക്കയുടെ ബന്ധമെങ്ങനെ, കുടുംബത്തിന്റെ ബന്ധമെങ്ങനെ? നിങ്ങൾ മണ്ണാർക്കാട്ടെ കല്ലാങ്കുഴിയിലെ അവിടുത്തെ നാനാജാതി മതസ്ഥരോട് ചോദിക്ക്. ഈ 2013 നവംബർ 20-ന് ഈ കൊലപാതകം നടക്കുന്നത് വരെ എന്തെങ്കിലും ഒരു വാക്ക് തർക്കം ഇവര് തമ്മിൽ ഉണ്ടായതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇനി ഇതിലെ ഒന്നാം പ്രതി ആരാണ്? നേരത്തെ കൊല്ലപ്പെട്ടുപോയ മുഹമ്മദിന്റെ മക്കളാണോ? ജലീൽ എന്ന് പറയുന്ന വ്യക്തി എത്രാമത്തെ പ്രതിയായിട്ടാ വരുന്നത്? ഒരന്തം കുന്തല്ലാതെ അലവി ഇമ്മാതിരി വർത്താനൊന്നും പറയാൻ വരരുത്. ഞങ്ങൾ മണ്ണാർക്കാട്ടുകാരാ, ഞങ്ങൾക്കറിയാം അവിടെ നടന്ന വിഷയങ്ങൾ എന്താണെന്ന്. നിങ്ങൾ ആലോചിക്കണം. ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ നേതാവ് സിദ്ദീഖാണ് ഒന്നാമത്തെ പ്രതി. നിങ്ങൾ ആലോചിക്കണം, എങ്ങനെയാണ് ഈ 2 മുസ്ലിം ചെറുപ്പക്കാരെ അതിക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികൾ 27 പ്രതികളും ഈ ഹരിത ഫാസിസത്തിന്റെ ആളുകളായത്? എങ്ങനെയാണ് ഈ അസർ മുല്ലയുടെ പിന്നെ അനുയായികളായി മാറിയത്? 27 പ്രതികളും മുസ്ലിം ലീഗുകാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ കൊലപാതകം അതിന്റെ തുടർച്ചയില്ല. പിന്നെ എന്തിനീ കൊലപാതകം ഉണ്ടായതറിയോ? തണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പിരിവ് കല്ലാങ്കുടി ജുമാഅത്ത് പള്ളിയിൽ നടക്കി മുന്നോട്ട് പോയാൽ മതി. ഇതായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ കോടതിയിൽ പോയി ഈ പിരിവ് നിർത്തിക്കാൻ വേണ്ടി അനുകൂലമായ വിധി കിട്ടി.
ഇതിലുള്ള വൈരാഗ്യം തീർത്തതാണ് മസ്ലഹത്തിനെന്ന പേരിൽ ഒരു മുസ്ലിം ലീഗുകാരന്റെ വീട്ടിലേക്ക് അവരെ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേനെ അവരെ കൊണ്ടുപോവുകയും അതിക്രൂരമായ രീതിയിൽ അവരെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ കുഞ്ഞു ഹംസക്കയുടെ കാലിൽ കമ്പിയിട്ട ശരീരമാണ് അദ്ദേഹത്തിൻ്റെത്. നടക്കാൻ പോലും കഴിയില്ല. അദ്ദേഹത്തെ വെട്ടി കഷ്ണങ്ങളാക്കി. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയണം, 46-ലധികം വെട്ടികൾ കുഞ്ഞു ഹംസക്കയുടെ ശരീരത്തിലുണ്ടായി. നൂറുദ്ദീൻ എന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൂടെയുള്ളവനാണ് ഞാൻ. ഞങ്ങളുണ്ടായിരുന്നു ആ ഡെഡ് ബോഡികളുടെ അടുത്തെന്റെ പ്രിയപ്പെട്ടവരെ. നൂറുദ്ദീന്റെ മുഖം വലിയ പാറക്കല്ല് കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ കോടിപ്പോയിരുന്നു. കണ്ണ് ചൂഴ്ന്നെടുത്തിരുന്നു. മരണം ഉറപ്പിക്കാൻ വേണ്ടി ചെവികൾ മൂക്കിന്റെ നേരെ വെച്ചു. എന്നിട്ട് ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കി. അതിക്രൂരമായ രീതിയിൽ അവസാനം ഭാര്യയ്ക്കും മക്കൾക്കും ആ മയ്യത്തുകളുടെ മുഖമൊന്ന് നോക്കുപോലും കാണാൻ അനുവദിക്കാത്ത വിധം ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളെ പോലും പിറകോട്ടടിപ്പിച്ചുകൊണ്ട് ഹരിത ഫാസിസത്തിന്റെ വക്താക്കൾ അതിക്രൂരമായ രീതിയിൽ വെട്ടി കൊലപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ടവൻ, നിങ്ങൾ അറിയണം, ദാഹിക്കുന്ന അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തില്ല എന്ന് മാത്രമല്ല, വായക്കകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുത്ത് അവർ പ്രതിഷേധിക്കുകയും അവരുടെ വിരോധം തീർക്കുകയും ചെയ്തു. ഇവരൊക്കെ മനുഷ്യരാണോ? ഈ 27 പ്രതികളും ജയിലറക്കുള്ളിലേക്കല്ല പോയത്. അവരൊക്കെ ജാമ്യം വാങ്ങി പുറത്തിറങ്ങി. എങ്ങനെയാണ് അവർക്ക് ജാമ്യം കിട്ടിയത്? ഈ രൂപത്തിൽ അതിക്രൂരമായ രീതിയിൽ അവിടെ കലാപം നടത്തിയിട്ട് വളരെ മൃഗീയമായ രീതിയിൽ 2 പച്ചയായ 2 മനുഷ്യരെ വെട്ടിക്കൊന്നിട്ട് 27 പ്രതികൾക്കും അവിടെ ജാമ്യം കിട്ടി. ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി. കൊല്ലപ്പെട്ടുപോയവരുടെ മക്കളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ആലോചിക്കണം, ഇതെല്ലാം അറിയുന്ന മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ അവിടുത്തെ പ്രവർത്തകന്മാരോട് മക്കളെ ചതിക്ക് പകരം ചതി, കൊലക്ക് പകരം കൊല, ചോരക്ക് പകരം ചോര എന്ന ഒരു ആഹ്വാനം സ്വീകരിച്ചില്ല. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രയും നിയമസഹായങ്ങൾ കിട്ടിയത്? ഇവിടെ മുസ്ലിം ലീഗുകാര് പറയുന്നത് അവരുടെ MLA ആയ ശംസുദ്ദീന്റെ മണ്ഡല പരിധിയല്ല ഈ കല്ലാങ്കുഴി എന്നതാണ്. ഞങ്ങൾക്കും അറിയാം അതല്ല എന്നുള്ളത്. കല്ലാങ്കുഴി എന്ന് പറയുന്നത് കോങ്ങാട് മണ്ഡലത്തിലാണ്. KV വിജയദാസിന്റെ മണ്ഡലം, അതാണ് കോങ്ങാട് മണ്ഡലം. പക്ഷേ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരറിയണം, ഈ KV വിജയദാസിന്റെ പരിധിയിലല്ല മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. മണ്ണാർക്കാട് പോലീസാണ് കേസ് അന്വേഷിച്ചത്. അങ്ങനെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുന്നത്? അതിരിവിട്ട വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതും നിങ്ങൾ അറിയണം. ഈ ശംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഞങ്ങൾക്കാർക്കും വ്യക്തിപരമായ വെറുപ്പില്ല, വിദ്വേഷമില്ല. കേരളത്തിൽ 24 സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗുകാര് മത്സരിച്ചിട്ടുണ്ടല്ലോ. മണ്ണാർക്കാടല്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഞങ്ങൾ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് ഞങ്ങളുടെ വോട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ AP ഉസ്താദ് ചെയ്തത് എന്താണ്? ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വോട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതില്ല. ഇത് പറയാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? ജനാധിപത്യ രാജ്യത്തെ AP അബൂബക്കർ മുസ്ലിയാർക്ക് അതിന് അവകാശമില്ലേ? കാന്തപുരം ഉസ്താദിന് അതിന് അവകാശമില്ലേ? കൊലക്ക് പകരം കൊല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ജനാധിപത്യ രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കൂ എന്നാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. എന്റെ സുഹൃത്തുക്കൾ അറിയണം, സഹോദരങ്ങൾ അറിയണം, ഞങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് അദ്ദേഹം ജയിക്കരുത് എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വോട്ട്, ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരാളുടെയും വോട്ട് അദ്ദേഹത്തിന് വീഴരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ ആ പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആത്മാഭിമാനമാണ്. അദ്ദേഹം ഉദിച്ചുയർന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, അദ്ദേഹം ഉദിച്ചിരിക്കുന്നത് ഗോമൂത്രത്തിലാണെന്ന് എന്റെ സഹോദരങ്ങൾ അറിയണം. അദ്ദേഹത്തിന്റെ വിജയം എവിടെ പോയി? BJP-യുടെ വോട്ട്. ആരാണ് ഇവിടെ? മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടത്തിയല്ലോ. എല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മഞ്ചേശ്വരത്ത് കാന്തപുരം BJP-യെ സഹായിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ അണികളെ പൊട്ടിക്കാനാണ് സ്റ്റേറ്റ് കമ്മിറ്റി ചില വാറോലകൾ അടിച്ചുവിട്ടതല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന്. ഞങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്നോ? നിങ്ങൾ അറിയണം, മണ്ണാർക്കാട് മണ്ഡലത്തിൽ SNDP-ക്ക് വലിയ ആധിപത്യമുള്ള സ്ഥലമാണ്. 10,000 ചില്ലാനും വോട്ടുകൾ അവിടെ SNDP-ക്ക് മാത്രമുണ്ട്. SNDP-യുടെ സ്ഥാനാർത്ഥിയാണ്, BJP-യുടെ സ്ഥാനാർത്ഥിയല്ല, NDA-യുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത്.
അദ്ദേഹം താമര ചിഹ്നത്തിലല്ല മത്സരിച്ചത്. അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായി SNDPയുടെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ വോട്ടവിടെ കഴിഞ്ഞ നിയമസഭയിൽ ഒരുപക്ഷെ ഇവിടുത്തെ ചേലാരി വല്ലമാര് ആവേശത്തോടെ പ്രസംഗിച്ച് നടക്കുന്നത് 5000 ചില്ലാനും വോട്ടല്ലായിരുന്നു 2014 2011 BJPക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 10170 ആയില്ലേ, കൂടിയിരിക്കല്ലേ. ചേലാരി മൊല്ലാരെ രാഷ്ട്രീയ റീലിനും ഉണ്ടാതിരിക്കും. ലോക്സഭയിലെ കണക്കെടുക്കണോ നിങ്ങൾ? ലോക്സഭയിലെ കണക്കെടുക്ക് നിങ്ങൾ. അവിടെ 20,000 കാരണം ഒരു കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയാണ് മഹാനായ കാന്തപുരം ഉസ്താദ് ശബ്ദം ഉയർത്തിയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കണം. പിന്നെ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഞാനൊരു പ്രസ്താവനയായിട്ട് പത്രസമ്മേളനം വിളിച്ചൂട്ടി പറഞ്ഞോന്നല്ല. അതൊക്കെ ഇപ്പിട്ട് കിടക്കരുത്. ഈ പ്രസ്താവനയായിട്ട് പറഞ്ഞതൊന്നുമല്ലത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് നിഷേധിക്കുന്നുമില്ല. അത് സത്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ലീഗിന്റെ അവലോകന യോഗത്തിൽ, മുസ്ലിം ലീഗിന്റെ അവലോകന യോഗത്തിൽ ഇത് ഞങ്ങൾ പറയുന്നതിനാ, ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ മനസ്സിലാക്കുന്നത്, കാന്തപുരം സുന്നികൾ മഞ്ചേശ്വരത്ത് BJPക്ക് പിന്തുണ കൊടുത്തു എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മണ്ണാർക്കാട് കിട്ടിയ വോട്ടിനു പകരം, അരീക്കോട് കിട്ടിയ വോട്ടിനു പകരം, കോഴിക്കോട് സൗത്തിൽ കിട്ടിയ വോട്ടിനു പകരം നിങ്ങൾ കൈമാറിയിരിക്കുന്ന ഒരു മണ്ഡലം BJPക്ക്, അതാണ് രാജഗോപാലിന്റെ മണ്ഡലം. വായിച്ചു തരാം. ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകേണ്ട. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. നേരത്തെ കണക്ക് ഞാൻ വായിച്ചു തരാം. 2011 BJPക്ക് അവിടെ കിട്ടിയ വോട്ട്, മുസ്ലിം ലീഗുകാരെ കേട്ടോളി, ചേലാരി സമസ്തക്കാരെ കേട്ടോളി, 43,661 വോട്ട്. 2011 BJPക്ക് അവിടെ കിട്ടിയ വോട്ട്, ആ വോട്ട് ഇപ്പോൾ എവിടെ എത്തി? 67,813 വോട്ട്. മുസ്ലിം ലീഗുകാരാ, അവലോകന യോഗം നടത്തുമ്പോ ഒരു MP ഒപ്പിച്ച പണിയായിരിക്കുന്ന ഞങ്ങൾ ഇത് മനസ്സിലാക്കണം. അത് കാന്തപുരത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത പിന്നെ നമ്മൾ അണികളെ പോയിക്കോളും, നമ്മൾ തോൽവിയൊന്നും ചർച്ചയ്ക്ക് വരൂലാണ്. നിങ്ങൾക്ക് നല്ലത് മര്യാദക്കുള്ള കാരണങ്ങൾ അന്വേഷിച്ചു പോകലാണ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. മുസ്ലിം ജമാഅത്ത് ഒരു MLA ആകാനില്ല, മുസ്ലിം ജമാഅത്ത് ഒരു MP ആകാനില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, മലപ്പുറം ജില്ലയിൽ മാത്രം മുസ്ലിം ലീഗിന് 3 ലക്ഷത്തോളം വരുന്ന വോട്ട് ചോർച്ച ഉണ്ടായത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ജയിച്ച് കയറിയത് തന്നെ ആളുകളുടെ രീതിയും എങ്ങനെയെന്ന് ചിന്തിക്കുന്നതല്ല. അതൊക്കെ നിങ്ങൾ ഈ മഞ്ചേശ്വരത്ത് കാന്തപുരത്തിന്റെ അക്കൗണ്ടിലേക്കാണ് എഴുതി ചേർത്ത് കൊടുത്ത് ഒരു പായസം കുടിച്ച് പിരിയാൻ പറ്റുന്ന പോലെയല്ല. അപ്പൊ 67,813 വോട്ടാണ് നേമത്ത് BJPക്ക് ഇപ്പൊ കിട്ടിയത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവിടെ LDFന്റെ ഇടതുപക്ഷത്തിന് 2011 50,076 വോട്ട്. ആ വോട്ട് ഇപ്പോൾ അവര് 59,142 വോട്ടിലേക്ക് എത്തി. അഥവാ 9,066 വോട്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭയെക്കാളും ഇപ്പോൾ അവിടെ കൂടുതൽ കിട്ടി. ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണക്ക് വായിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. നിങ്ങൾ ആലോചിക്കും, ഞങ്ങളിപ്പോ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. നിങ്ങൾ എന്തേ വിചാരിച്ചത്? ഞങ്ങൾക്ക് ഈ കണക്കൊന്നും പറയാൻ കിട്ടൂലെന്നോ, ഞങ്ങൾക്ക് ഇതൊന്നും വിശദീകരിക്കാൻ അറിയില്ല എന്നോ? എന്നാ കേട്ടോളിയും. ഇനി UDF, ഈ UDF മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDF 20,248 വോട്ടാണ് 2011. ആ വോട്ട് 13,860 ഇങ്ങോട്ട് കുറഞ്ഞു. 20,248 വോട്ട് കിട്ടിയത് 13,860 കുറഞ്ഞു. എത്രയാ കുറവ്? 6,388. 6,388. ഇനി അത് മാത്രം പോലെ കുറച്ച് കൂടുക വേണ്ട. കാരണം പുതിയ വോട്ടർമാർ പോളിംഗ് ശതമാനം കൂടുമ്പോഴൊക്കെ വർദ്ധിക്കുന്ന വോട്ട്, ഇത് പ്രകാരമൊക്കെ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുക വേണ്ട. ആ വോട്ട് എവിടെ പോയിന്ന് ഒരൊറ്റ മുസ്ലിം ലീഗുകാർ അന്വേഷിച്ചെടുക്കണ്ട. രാജഗോപാലിന്റെ ഭൂരിപക്ഷം വായിച്ചാൽ മതി. 8,671. മണ്ണാർക്കാട് കിട്ടിയതിന് നിങ്ങൾ നേമത്ത് പ്രതിഫലമായി കൊടുത്തു അല്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ആഘോഷിച്ച് നടക്കുന്നത്? അതാണ് മുസ്ലിം ജമാഅത്ത് പറഞ്ഞത്. മുസ്ലിം ലീഗ് വ്യക്തമായ നിലപാട് പറയണം. തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കാൻ വരരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്കില്ല. ഞങ്ങൾ ഈ ഒരു നിലപാടെടുക്കാൻ കാരണം അവിടെ ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാ. ഈ ശംസുദ്ദീന് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോ ഞങ്ങളുടെ ജില്ലാ സംയുക്ത കാളിയായ N. അലി മുസ്ലിയാരുടെ അടുക്കൽ നിന്നാണ് പ്രാർത്ഥന നിർവഹിച്ചു പുറത്തു വരുന്നത്.
അന്ന് ശംസുദ്ദീൻ പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ സിറാജും കണ്ടിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളുടെ വോട്ട് അദ്ദേഹത്തിന് അന്ന് ലഭിച്ചിരുന്നു. എന്നലി മുസ്ലിയാരെ കൊണ്ട് പ്രാർത്ഥന നിർവഹിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇനി എന്നെ കേട്ടു നിൽക്കുന്ന ഇതൊരു മുസ്ലിം ലീഗിനോടുള്ള വെറുപ്പാണ് നിങ്ങൾ ധരിക്കേണ്ട. ലീഗ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സമുദായത്തിന്റെ പുതുപ്രോത്സാഹമായി മുസ്ലിം ലീഗ് വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിന് മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് തിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാട് തിരുത്തണം. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം MLA ആയി ഇപ്പോഴല്ല, കഴിഞ്ഞ 5 കൊല്ലം. ആ MLA ആയിട്ട് ആകെ നമ്മുടെ പരിപാടിക്ക് വന്നത് ഒരൊറ്റ പരിപാടിക്കാണ് അദ്ദേഹം വന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ ഒരു പരിപാടിക്ക് ശേഷം പിന്നീട് അദ്ദേഹം ഒരു പരിപാടിക്കും വന്നില്ല. ഈ കേരളത്തിൽ 140 MLA-മാരില്ല. മുസ്ലിം ലീഗിന്റെ MLA-മാർക്ക് മാത്രമുള്ള ഒരു അവസ്ഥ എന്താണ്? അവരെവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ചേളാരി ആഫീസിൽ നിന്ന് ഷീറ്റ് കിട്ടണം. ചേളാരി ആഫീസിൽ നിന്ന് ഷീറ്റ് കിട്ടിയാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, 5 മന്ത്രിമാരുണ്ടായിരുന്ന ഒരു ലീഗിന്റെ അവസ്ഥ താണോ? മുസ്ലിം ലീഗ് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് കാണണ്ടേ? ഇവിടെ 89-ൽ സമസ്ത പിളർന്ന സമയത്ത് മുജാഹിദ് പിളർന്നപ്പോ ലീഗ് ചെയ്ത നിലപാടെന്താ? എല്ലാ മുജാഹിദീങ്ങളെ സമ്മേളനത്തിൽ ഒരുപോലെ പങ്കെടുത്തു, അല്ലെ? മത്സരിക്കുകയായിരുന്നു. ഐക്യപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമം ഉണ്ടായി. വളരെ അതിനുവേണ്ടി അവർ ചരടുകൾ വലിച്ചു. ഈ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ 1989-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇടയിൽ പിളർപ്പുണ്ടായ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടയിലുള്ള പിളർപ്പിൽ കാണിച്ച ഐക്യത്തിന്റെ ആത്മാർത്ഥ ശ്രമം അന്ന് സുന്നികൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നോമന പുത്രൻ കുണ്ടൂരിലെ കുഞ്ഞു കൊല്ലപ്പെടുമായിരുന്നു. ഇവിടുത്തെ മീറ്ററുകൾക്കപ്പുറത്തുള്ള അബ്ഹാജി കൊല്ലപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ കല്ലാങ്കുടിയിൽ നൂറുദ്ദീൻ കൊല്ലപ്പെടുമായിരുന്നു. ഹംസക്ക കൊല്ലപ്പെടുമായിരുന്നു. അവസാനം 8ാമത്തെ രക്തസാക്ഷിയായി നമ്മുടെ പ്രസ്ഥാനത്തിന് മാറിപ്പോയ കൽപ്പകഞ്ചേരിയിലെ SYSന്റെ പ്രസിഡന്റായ ഈ ഹംസക്കുട്ടി എന്ന് പറയുന്ന കുഞ്ഞിപ്പ പടക്കമെറിഞ്ഞുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെടുമായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് ഒരു ആത്മാർത്ഥ ശ്രമം നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഈ വക അക്രമങ്ങൾ മുഴുവൻ ചെയ്യാം. ഇനിയിപ്പോ AP ഉസ്താദ് അങ്ങനെ ഒരു നിലപാട് അവിടെ പറഞ്ഞില്ലെങ്കിലും മണ്ണാർക്കാട്ടെ ഞങ്ങളുടെ നിലപാട് എന്തായിരുന്നു അറിയോ? ഞങ്ങളുടെ പരിപാടിയിലേക്ക് വരാത്തൊരു MLA ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതന്നെ. അതിലംശമൊന്നുമില്ല. ഞങ്ങൾ അതിന്റെ അർത്ഥം ഇങ്ങനെ. പിന്നെ ഇവര് കുറെ ക്ലിപ്പിട്ട് ഇറക്കാണ്, ദോരക്കണ. ആരാണ് ഈ ദോരുന്നവർ? നിങ്ങള് എസ്കന്റെ മൂല്യമാര് ദോരക്കുക, എന്നിട്ട് ക്ലിപ്പാക്കുക, പാട്ടിലിടാൻ വേണ്ടി. ഇത്ര കേക്കാടോ പടിഞ്ഞാറ്. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു, പാട്ടുണ്ടാക്കി ഇറക്കലായിരുന്നു. ഇവരുണ്ടാക്കിയ ഇതൊക്കെ SK മൂല്യമാരെ പണിയാ. ഈ ദോരക്കണ പരിപാടിയൊക്കെ SK മൂല്യമാരെ ചെയ്തതാ. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ APക്കാർ ചെയ്തുണ്ടാക്കിയതാണെന്ന് തോന്നണം. എന്നാ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കണം. പിന്നെ മുസ്ലിം ജമാഅത്തിനെ നിങ്ങൾ വിമർശിച്ചല്ലോ. APക്കാരാണ് സത്യത്തിൽ ഇവിടെ മഞ്ചേശ്വരത്ത് വോട്ട് കച്ചവടം നടത്തിയത് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇവിടെ BJPയെ സഹായിച്ച കക്ഷികൾ ആരാണ്? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെറ്റർ പേഡിൽ നിന്ന് ഒരു കത്ത് ഗൾഫിലേക്ക് പോയിരുന്നു. നിങ്ങൾ അറിയണം, ആ കത്ത് നിങ്ങൾ അറിയണം. ആ കത്തിലുള്ളത് എന്താ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ല കത്ത്. ആ കത്തിലുണ്ടായിരുന്നത് എന്താ? ഉസ്മാൻ സാഹിബ് എഴുതിയ ഒരു കത്ത്. ആ കത്തില് ഇവര് പറയാട്ടോ, 91-ൽ എഴുതിയ കത്ത്. ഇവിടെ ഇപ്പൊ വലിയ ആരോപണം എന്തൊക്കെയല്ലേ? ഞങ്ങള് ദ്വാരക്കാണ് അല്ലെ, ഞങ്ങള് മൗലൂദല്ല അല്ലെ, ഞങ്ങള് ശംസു തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് സിയാറത്ത് യാത്രകൾ ഉപയോഗപ്പെടുത്തി അല്ലേ? എന്തൊക്കെയായിരുന്നു നിങ്ങൾ ആരോപണം? SKക്കാരാ, ഉളുപ്പുണ്ടെങ്കിൽ കേൾക്കടോ. ഞാൻ വായിക്കണ കത്ത് ഉളുപ്പുണ്ടെങ്കിൽ കേൾക്ക്. ഇത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തോണ്ടാണോ? ഈ കത്ത് ഏതാതറിയങ്ങള്? എന്നെ കേൾച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകളും കേട്ടോളി, കോൺഗ്രസ്സുകാരും കേട്ടോളി, മുസ്ലിം ലീഗുകാരും കേട്ടോളി, എല്ലാ രാഷ്ട്രീയക്കാരും കേട്ടോളി. മുസ്ലിം ജമാഅത്തിനെ വിമർശിക്കാൻ വരുമ്പോ ആലോചിച്ചിട്ട് വിമർശിക്കാം. കത്ത് ഞാൻ വായിച്ച സമസ്ത കേരള ഇസ്ലാം ബോർഡിന്റെ ലെറ്റർ ബോർഡിൽ നിന്ന് പോയ കത്ത്. കത്ത് എഴുതിയ കൊല്ലം വായിച്ച 20/4/91. 20/4/91. ഇനി കത്തിൽ എന്താ ഉള്ളത്? ബഹു മക്ക കൾച്ചറൽ സെന്റർ, മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ, ദാറുൽ ഹുദ അക്കാദമി പ്രവർത്തക സുഹൃത്തുക്കൾക്ക് ക്ഷേമമെന്നു കരുതട്ടെ. നമ്മുടെ നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ കത്ത് എഴുതുന്നത്. ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിയ കത്തല്ല.
നേതാക്കളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ കത്താണ്. സേട്ടു സാഹിബ് ഒരു സ്വകാര്യ സന്ദർശനത്തിന് വരുന്നുണ്ട്. എന്താ സ്വകാര്യം? ഓട്ടെ, സാമ്പത്തികമാണ് പ്രശ്നം, വിജയിപ്പിക്കണോ? നല്ല ഫണ്ട് ഉണ്ടാക്കണം. നമ്മുടെ വിജയത്തിന് വേണ്ട എല്ലാ കരുനീക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ വിജയത്തിന് വേണ്ട എല്ലാ കരുനീക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അസംബ്ലി തിരിച്ചു പിടിച്ചാൽ കാരന്തൂർ മർക്കസ് അടക്കമുള്ള അരിവാൾ സുന്നികളുടെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുകയോ പിടിച്ചടക്കുകയോ ചെയ്യാൻ സഹായിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ നമുക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. മർക്കസ് അടക്കമുള്ള അരിവാൾ സുന്നി എന്ന് പറഞ്ഞ സുന്നി നമ്മളിപ്പോ താമര സുന്നിയായി, കൈപ്പത്തി സുന്നിയായി, കോണി സുന്നിന്ന് ചിലരൊക്കെ നമ്മളെ വിളിച്ചു. നിങ്ങൾ എന്ത് സുന്നി? കൊട സുന്നിന്ന് വിളിച്ചോളൂ. ഞങ്ങൾക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കൊട സുന്നിന്നോ പിന്നെ ടെലിവിഷൻ സുന്നിന്നോ പാർട്ടിക്കാരെ ചിഹ്നത്തിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ചേർത്തി പറഞ്ഞോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇനി കേട്ടോ, നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് മർക്കസ് ഒക്കെ പിടിച്ച് കയ്യിൽ തരാം. ഇവരെ പൂജാലോചിച്ച് നോക്കണേ. നിങ്ങൾക്ക് മർക്കസ് തന്നു വെക്കാം. ഇവരൊക്കെപ്പാടെ കൂടിയിട്ട് ഒരാഴ്ച നടത്താൻ പറ്റുമോ നിങ്ങൾക്ക്? മർക്കസ് കൊണ്ടെടുക്കാൻ പറ്റി എത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കിട്ടിയതും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. നിങ്ങളിപ്പോ കിട്ടിയതെന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനം. ഇനി കേട്ടോ, നിങ്ങള് ബേപ്പൂര്, മഞ്ചേശ്വരം അസംബ്ലി, വടകര പാർലമെന്റ് സീറ്റുകളിൽ നമ്മൾ BJP സ്വതന്ത്രന്മാരെയും കേട്ടോളി ചേളാരി സമസ്തന്റെ ലെറ്റർ പേഡ്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെറ്റർ പേഡ്, ആയിരക്കണക്കിന് പ്രവാസികൾ ഗൾഫിലിരുന്ന് ഈ പരിപാടി കേൾക്കുന്നുണ്ടല്ലോ. KMCCയുടെ പ്രവർത്തകരെ കേൾക്കൂ നിങ്ങൾ. ലക്ഷക്കണക്കിന് രൂപ നിങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത കോപ്പരാട്ടിത്തരങ്ങൾ എല്ലാവരും അറിയട്ടെ. എന്താ പറയുന്നത്? നമ്മൾ BJP സ്വതന്ത്രന്മാരെയും മറ്റ് സ്ഥലങ്ങളിൽ അവര് നമ്മെയും പരസ്പരം സഹായിക്കാമെന്ന് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടൊക്കെ നമ്മള് BJPക്കാരെ അങ്ങോട്ട്, അവര് മറ്റ് സ്ഥലങ്ങളിൽ നമ്മളെ ഇങ്ങോട്ട് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട്. TK ഹംസയെ തോൽപ്പിച്ചാലേ നമുക്ക് ഭാവിയുള്ളൂ. ഇപ്പൊ ഹംസക്ക് ജയിച്ചാൽ ഒരു വലിയ സന്തോഷമുള്ള കാലത്തായിരിക്കും. ഇരിക്കട്ടെ, ഇഷ്ടാവട്ടെ. വഖഫ് ബോർഡ് തിരിച്ചു പിടിക്കാതെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമല്ലല്ലോ. കണ്ടങ്ങള്, വഖഫ് ബോർഡ് ഓരുടെ കയ്യിലെത്തിയപ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് തിരിയുന്നുണ്ട്. കക്കോവിൽ ജുമുഅ മുടങ്ങി. കത്ത് ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചു തരും. പള്ളിക്കത്തിയതും ഞങ്ങൾക്ക് അല്ലേ, പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാര്. എന്നിട്ട് നാട്ടുകാരുടെ ഇറയിൽ ഇറങ്ങിയിട്ട് ജുമുഅ മുടക്കികള് APക്കാരാണെന്ന് പറഞ്ഞാൽ ഓണപ്പറമ്പിൽ ഖുർആൻ കത്തിച്ച ചേളാരി സമസ്തയെ കേരളത്തിലെ ജനങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ ഇന്നോളം ഒരു സത്യം പറഞ്ഞ പാരമ്പര്യം നിങ്ങൾക്കുണ്ടോ? ആരാണ് ജുമുഅ മുടക്കിയത്? പള്ളിക്കൽ ബസാറിലെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര കാലം അവിടെ പള്ളി പൂട്ടിയിട്ടു? 1992 ഡിസംബർ 6 അയോധ്യയിലെ ബാബരി പള്ളി തകർക്കപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെയുള്ള ഒരു ഡിസംബർ 6 സമീപത്ത് വെച്ചുകൊണ്ട് ഡിസംബർ 4 അന്നാണ് പള്ളിക്കൽ ബസാറിലെ പള്ളി പൂട്ടിപ്പോയത്. ആരാണ് പ്രശ്നമുണ്ടാക്കിയത്? ആരാ കൂട്ടാമിലെ പ്രശ്നമുണ്ടാക്കിയത്? ആരാണ് പ്രച്ചെന്നയിലെ പ്രശ്നമുണ്ടാക്കിയത്? ഈ ചേളാരി ക്രിമിനലുകൾ പള്ളികളിൽ അഴിഞ്ഞാടുകയാണ്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഇപ്പോ ഇവിടെ ഊരുവിലക്കുകൾ ഏർപ്പെടുത്തുന്നു. ഞാനൊരു പോസ്റ്റിനെയും അംഗീകരിക്കുന്ന ആളല്ല. ഞാൻ എന്നെ കേട്ടു നിൽക്കുന്ന ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയുന്നത്, പരലോക വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരാളെയും, ഒരു തങ്ങളാവട്ടെ ഒരു രാഷ്ട്രീയ നേതാവട്ടെ, നമ്മൾ ആ കളിയാക്കേണ്ടതില്ല. മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഇടതുപക്ഷത്തോട് ഞാൻ സമാപ്തിനെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അവിടെ ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വന്നു. 91 മണ്ഡലങ്ങളിൽ LDF ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയും എന്റെ കാതുകളെ കൊണ്ട് കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഒരു മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത ചേളാരി സമസ്തയുടെ വൈസ് പ്രസിഡന്റിനെയോ ഒരു കോലം കൊട്ടിയിട്ട് ഒരു LDF ജയിച്ചു കയറിയ മണ്ഡലത്തിലും ഒരാഹ്ലാദ പ്രകടനം നടന്നിട്ടില്ല.
കെട്ടിയിട്ടില്ല, ഒരു പണ്ഡിതന്റെ കോലവും അവർ കെട്ടിയിട്ടില്ല. മുസ്ലിം ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ റഹ്മത്തുള്ള കാസിമിയുടെ ചേളാരി സമസ്തയുടെ ഒരു നേതാവിനെയും ഈ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാര് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ മുസ്ലിം ലീഗുകാരെ തെറിയഭിഷേകം നടത്തിയതുപോലെ അവർ തെറിയഭിഷേകം നടത്തിയത് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ കാതുകളെ കൊണ്ട് എവിടെയും പറഞ്ഞു കേട്ടതായിട്ട് എന്റെ കാതുകളിൽ എനിക്കൊരു അറിവ് കിട്ടിയിട്ടില്ല. ആ ഒരു സംസ്കാരമെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിം ലീഗുകളുടെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് മാന്യമായി സ്വീകരിക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ മാന്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കത്ത് ഞാൻ വായിച്ചുതരാം. വഖഫ് ബോർഡ് തിരിച്ചു പിടിക്കാതെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമല്ലല്ലോ. എന്നിട്ട് പറയാണ്, ഈ രഹസ്യം പുറത്താകരുത്. വീണ്ടും അധികാരത്തിൽ വരേണ്ടത് നാടിനാവശ്യം കാന്തപുരം എന്നൊരു വാർത്ത കണ്ടാലും നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ അച്ചടി പോയില്ലേ ഉള്ളൂ. നിങ്ങൾ അച്ചടി പോയില്ല. ഇത് സംഘടന വേറെയാണ്. പത്രം നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ഞങ്ങളുടെ സംഘടനയ്ക്ക് വ്യക്തമായ ഒരു സംഘടനാ ചാനലുണ്ട്. ഇനി കുഞ്ഞില്ല സുഹൃത്തുക്കളെ കേട്ടോളി. ഫൈസിമാരും 3 പേരും നമ്മുടെ പക്ഷത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എങ്കിലും അവരെ വിശ്വസിക്കാനായില്ല. നാട്ടികയുടെ അഭാവത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയല്ലാതെ മറ്റ് പോംവഴി കാണുന്നില്ല. ഇനി കേട്ടോ, മൊയ്ലിയമാരെ കേട്ടോളി, കുത്തുബിയത്തിനെ കളിയാക്കണ മൊയ്ലിയമാരെ കേട്ടോളി. ശംസു തോൽക്കണേ എന്ന് പറഞ്ഞ് AP മൊയ്ലിയമാര് തോരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി അനൗൺസ്മെന്റ് നടത്തുന്ന മുസ്ലിയാക്കന്മാരെ കേട്ടോളി. അവര് പറയുമ്പോ തുള്ളിച്ചാണ് മുസ്ലിം ലീഗേരെ കേട്ടോളി, യൂത്ത് ലീഗേരെ കേട്ടോളി. ഇനിയുള്ള വരി കേട്ടോളി. ചേളാരി സമസ്തന്റെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ലെറ്റർ പേഡാ വായിക്കുന്നത് 91 എഴുതിയതാണ്. കേട്ടോളി. ദേശീയ മുന്നണി ഇടതുപക്ഷ കൂട്ടുകെട്ട് കേരളത്തിലും സ്റ്റേറ്റിലും പരാജയപ്പെടാൻ കഅബത്തിങ്കിൽ വെച്ച് നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥന നടത്തണോ. കഅബത്തിന്റെ അടുത്ത് പോയിട്ട് തോൽക്കാൻ പറയാ, ഇടതുപക്ഷത്തെ തോൽപ്പിക്കണല്ല എന്നിങ്ങനെ ഇടതുപക്ഷ കൂട്ടുകെട്ട് തോൽക്കാൻ വേണ്ടി തോൽക്കണോ. ചേളാരി മൊയ്ലിയമാർ എഴുതിയതാ എന്ന സ്നേഹത്തോട് നിങ്ങളുടെ സഹോദരൻ KP ഉസ്മാൻ സാഹിബ് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നില്ലേ. നമ്മളാണ് ഇപ്പൊ BJP വളർത്തുന്നതിന് തെളിവെന്താന്നറിയില്ലേ? സൂഫി സമ്മേളനത്തിൽ മോഡി വന്നു എന്നുള്ളതാണ്. അതും നിങ്ങൾ അറിയണം എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മോഡി സൂഫി സമ്മേളനത്തിൽ വന്നത് എന്തിനാ? ഈ സൂഫി സമ്മേളനത്തില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. 2016 മാർച്ച് 17 മുതൽ 20 വരെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവൻ വേൾഡ് സൂഫി ഫോറം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്തു. ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സൂഫി സമ്മേളനം ഇവിടെ ഒരു വിവാദാക്കിയത് മോഡി പങ്കെടുത്തോണ്ടൊന്നല്ല, അതിൽ കാന്തപുരം പങ്കെടുത്തു എന്നാണ് ചേളാരി സമസ്തനെ ചൊടിപ്പിച്ചത്. ആരൊക്കെയാണ് വിവാദാക്കിയത്? ഒന്ന് നമ്മളെ ജമാഅത്ത്, നമ്മളെ ചക്കരമുത്തുകൾ. കേരളത്തിൽ എല്ലാ വിവാദത്തിന്റെ പറയിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാ. അതും നിങ്ങൾ അറിയണം. ജമാഅത്തിന് ഒരു കാര്യം അറിയാം, ഇത് തുടങ്ങിക്കൊടുത്താൽ മതി, പിന്നെ കഥല്ലാത്ത ടീം ഇവിടെ ഉണ്ട്, ഓല് തേച്ചെടുത്തോളൂ എന്നുള്ളത്. അത് ജമാഅത്തിന് നല്ല അറിയും. അതുകൊണ്ട് ചേളാരിയാണ് നിങ്ങളെ സൂചിപ്പിക്കണേറ്റ, അത് നിങ്ങൾക്ക് തിരിയണോ. പിന്നെ ഒരു എതിർത്ത ടീമാരാണ് NDF അല്ലേ. ഞാൻ ചോദിക്കട്ടെ, തേജസ് പത്രം സൗദി അറേബ്യയിലേക്ക് ഈ മോഡി പോയ സമയത്ത് ഒരു പേജ തേജസ് മൗലൂദ് ഓതാൻ ചെലവാക്കിയത്. അഖിലംബ സൈലന്റ് എഴുതിയ ആൾക്കാരാരാ? ആരായിരുന്നു എയർപോർട്ടിൽ കാത്തിരുന്നത്? അപ്പൊ നിങ്ങൾ സിമിക്ക് അഖിലേന്ത്യാ തലത്തിൽ ഘടകം രൂപീകരിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറാണ് അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ അതൊന്നും വിശദീകരിപ്പിക്കരുത്, ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? നിരുപാധിക സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്വീകരണത്തിന്റെയും ഒരുമ സൃഷ്ടിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ചെന്നുകൊണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് മഹാനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്, ഈ രാജ്യത്തെ ന്യൂനപക്ഷം പല ഭാഗങ്ങളിലും വേട്ടയാടപ്പെടുന്നുണ്ട്, നീതി കിട്ടാത്ത അവസ്ഥയുണ്ട്. അങ്ങ് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ രാജ്യത്ത് സംഭവിക്കരുത്, അങ്ങ് ശ്രദ്ധിക്കണമെന്ന് രാജ്യത്തെ ന്യൂനപക്ഷത്തിന്
വേണ്ടി സംസാരിക്കാൻ ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിയെ ചെന്ന് കണ്ട ഇന്ത്യയിൽ ഒരു മുസ്ലിം നേതാവുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കോലം കെട്ടിയാലും ഏതൊക്കെ തരത്തിൽ നിങ്ങൾ തെറിയഭിഷേകം നടത്തിയാലും ഇന്ത്യൻ മുസൽമാന്റെ ചങ്കില ചോരയും അവസാന വാക്കുമായ ഭാരത മുസൽമാന്റെ അഭിമാനം മുസ്ലിയാരാണ്. നിങ്ങൾ എത്ര കോലം കെട്ടിയാലും എത്ര പുറകിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്തെന്ന് പറഞ്ഞ് നിങ്ങൾ കുളിക്കട്ടെങ്കിൽ വലിച്ചെറിഞ്ഞാലും ഞങ്ങളുടെ ചങ്കില ചോരയായി ആ നേതാവിനെ ഞങ്ങൾ സ്വീകരിച്ചത് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ ഏറ്റവും വലിയ ധാനിയാണ് ഈ രാജ്യത്ത് മഹാനായ കാന്തപുരം ഉസ്താദ്. എന്താ സംശയമുള്ളത്? വിമർശിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, കോർപ്പറ ചെയ്ത ഈ ഇന്ത്യയിലെ ഗുജറാത്ത് എന്ന് പറയുന്ന ആ പ്രദേശത്തുണ്ടായ കലാപം, ആ കലാപത്തിൽ 2002 ശേഷം നിങ്ങൾ അറിയണം, അവിടുത്തെ ന്യൂനപക്ഷം വേട്ടയാടിയില്ലേ? പഠിക്കാൻ അവർക്ക് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു, അറിവും ആഹാരവും കിട്ടാനുണ്ടായിരുന്നു, അവർക്ക് ചികിത്സയുണ്ടായിരുന്നു. ആ ഘട്ടങ്ങൾ നിങ്ങൾ അറിയണം. സംഘപരിവാർ അക്രമികളുടെ മുന്നിൽ കൈകൂപ്പി നിന്നിട്ട് എന്റെ ജീവൻ രക്ഷിക്കണമെന്ന് കേടപേക്ഷിച്ച് പറഞ്ഞ സംഘപരിവാർ അക്രമികളുടെ മുന്നിൽ ജീവന് വേണ്ടി കേടപേക്ഷ നടത്തിയ പ്രിയപ്പെട്ട ഖുത്ബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ഗുജറാത്ത് കലാപത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷി, ആ ജീവിക്കുന്ന രക്തസാക്ഷി മുസ്ലിം ലീഗുകാരിക്കൾക്ക്, ജമാഅത്തെ ഇസ്ലാമിക്കാരിക്കൾക്ക്, കാന്തപുരത്തെ തെറി പറയുന്നവരോട് കേൾക്ക്, മണ്ണാർക്കാട് കാന്തപുരം വിരുദ്ധ വിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയവരറിയ്. ആ മഹാനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഗുജറാത്തിൽ എന്ത് ചെയ്തു എന്ന് ഞാനല്ല പറയുന്നത്, ശ്രീ ഖുത്ബുദ്ദീൻ അൻസാരി പറയട്ടെ. അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്തെന്നറിയോ? എല്ലാം കൊണ്ടും പിന്നാക്ക വിഭാഗമായി മാറിയ ഞങ്ങൾ, എല്ലാം കൊണ്ടും പിന്നാക്ക സമുദായത്തിലേക്ക് പിന്തള്ളപ്പെട്ട ഞങ്ങൾ, എല്ലാം കൊണ്ടും ഞങ്ങൾ പിന്നാക്ക വിഭാഗക്കാരായി അവിടെ മാറി. ഞങ്ങളെ കൈപ്പിടിച്ചു ചുരുട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളിലേക്ക് കടന്നു വന്ന ആ പ്രഭൂമിയായ ഗുജറാത്തിന്റെ മണ്ണിലേക്ക്, ചോരച്ചാലുകളൊഴുകിയ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് ഞങ്ങളെ കൈപ്പിടിച്ച് എത്തിക്കൊണ്ടുവരാൻ, മുസൽമാന്റെ വേദന കണ്ടറിഞ്ഞ് മുസൽമാന്റെ യശസ്സിന് വേണ്ടി മുസൽമാൻ തന്നെ മുസ്ലിമീങ്ങൾ തെറി പറയുന്ന മുസ്ലിം ലീഗുകാരികൾക്ക് ഞങ്ങളുടെ സംസ്കാരം അതല്ല. ആ സമയത്ത് അവിടെ അക്രമങ്ങൾ നടത്തിയ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടുത്തെ ഈ സമുദായത്തിന്റെ മൈക്കളെ കൈപ്പിടിച്ചു കൊണ്ടുവരാൻ ഒരു മുസ്ലിം നേതാവ് മുന്നോട്ട് പോയെങ്കിൽ അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശയ്യനായ സാരഥി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ. നിങ്ങൾ അറിയണം, എന്റെ സുഹൃത്തുക്കൾ അറിയണം, ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ കോലം കെട്ടിയാൽ നിങ്ങൾ എന്താ ധരിച്ചത്? കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തള്ളുന്നോ? അദ്ദേഹം ചെയ്യുന്ന, അദ്ദേഹം ഈ രാജ്യത്ത് അദ്ദേഹം വിപ്ലവകരമായ മുന്നേറ്റം നടത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജനപിന്തുണ കൂടുന്നത്. അതാണ് നിങ്ങൾ അറിയേണ്ടത്. അദ്ദേഹത്തിന് ഈ ജനപിന്തുണ കൂടാനുള്ള കാരണം അതാണ്, അദ്ദേഹം ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. എന്നിട്ട് പറ, ഞങ്ങളാണത്രേ മോഡിയെ വളർത്തുന്നത്, ഞങ്ങളാണത്രേ മോഡിയെ വളർത്തുന്നത്. ചോദിച്ചോട്ടെ ഞാൻ. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരാൾ പ്രസംഗിച്ചു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഉസ്താദുമാര് നിങ്ങളിലേക്ക് നേരിട്ട് വരുമ്പോൾ ഈ പരിപാടി ഇത്രയും സംവിധാന സൗകര്യമൊക്കെ ഈ പ്രദേശത്തെ പ്രവർത്തകർക്ക് ചെയ്യാൻ ചെലവുണ്ടാവുന്നു നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കുന്ന ഘട്ടത്തിൽ ഒരു ആദർശ സമ്മേളനം ഇവിടെ അനിവാര്യമായതുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു 100 രൂപ പോക്കറ്റിലുള്ളവരുണ്ടെങ്കിൽ മരിച്ചൊപ്പക്കും ഉമ്മക്കൊക്കെ എന്റെ കൂലി കിട്ടട്ടെ. നമ്മൾ ആദർശം നിലനിൽക്കാൻ മുജജമത്ത് ബിലിഗാദി കാദിയാനി സകല അലവാലാദികളെയും കൂട്ടുകൂട്ടി ഇവിടെ സുന്നത്തുമായതിന്റെ ആശയത്തെ നേരിടാൻ വരുന്ന ഇത്തരം ഇത്തിക്കണ്ണികളുടെ ആദർശ പാപ്പരത്വം തുറന്നു കാണിക്കാനുള്ള ഒരാദർശ സമ്മേളനമാണിത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഒഴുകിയെത്തി എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നിങ്ങൾ ഈ സംഘാടകരെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് 100% അറിയാം. പ്രവർത്തകൻ വരുമ്പോൾ നിങ്ങളത് സഹകരിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരാൾ പ്രസംഗിച്ചു. 5 മന്ത്രിമാരുള്ള മുസ്ലിം ലീഗുകാരോട് ഞാൻ ചോദിക്കട്ടെ, മന്ത്രിമാരുണ്ടായിരുന്ന മുസ്ലിം ലീഗുകാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അയാൾ പറഞ്ഞ നിങ്ങൾ ആരും കേട്ടില്ല. അയാൾ പറഞ്ഞെന്താ അറിയോ? ഇവിടത്തെ മുസ്ലിമീങ്ങളൊക്കെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോണോ? കാമാന്നൊരക്ഷരം പറഞ്ഞോ? സമുദായ പാർട്ടിയായ നിങ്ങൾ കാമാന്നൊരക്ഷരം പറയാമെന്നോ? ഇവിടെ എത്ര മുസ്ലിം സംഘടനകൾ ഉണ്ടായിരുന്നു? എന്നാ നിങ്ങൾ അറിയണം, മഹാനായ താജുൽ ഉലമയുടെ അനുസ്മരണം മലപ്പുറത്ത് നടക്കുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ആ മഹാസമ്മേളനത്തിൽ ഇന്ത്യയിലെ ഒരു മുസ്ലിം നേതാവ് അതിനോട് പ്രതികരിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ജനിച്ച് മരിക്കേണ്ടവരാണ്.
ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ദേശക്കൂറൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ല. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ വല്ലവരും പറഞ്ഞാൽ ഞങ്ങളും പറയും ഗോ ഗോ എന്ന് ഞങ്ങളും പറയുമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ മുസൽമാന്റെ നേതാവാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് നിങ്ങൾ അറിഞ്ഞോളി. അതാണ് ഞങ്ങളുടെ മുത്തുമഹാനായ കാന്തപുരം ഉസ്താദ്. ആ AP ഉസ്താദിനെ കുറിച്ച് അയാൾ ഒരു വർഗീയവാദിയാണ്, അയാൾ ഇവിടെ പിന്നെ BJP വളർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ വല്ലവരും വിശ്വസിക്കോ? ആരാണ് ഈ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കിയത്? ഞങ്ങളാണ് ഉണ്ടാക്കിയത്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെറ്റർ ബേർഡിൽ പോലും കത്തെഴുതിയിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയ നിങ്ങളോ? ഇനി നോക്കി നിങ്ങൾ, ഈ ചേളാരി സമസ്തക്ക് ആദർശം പറയാൻ എന്ത് അവകാശമുള്ളത്? എന്തവകാശമുള്ളത്? നിങ്ങൾ നാടൊട്ടാകെ മണ്ണാർക്കാട് വിശദീകരിക്കല്ലേ? മണ്ണാർക്കാട് വിശദീകരിക്കാൻ നടക്കണം. നിങ്ങളെ കോലെന്താ? ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചിന്തിക്കും സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചേളാരി സമസ്തയുടെ പ്രവർത്തനങ്ങളെ ചില കാര്യങ്ങളിൽ എതിർക്കുന്നത് എന്നും നിങ്ങൾ ചിന്തിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. വർഗീയവാദികളെ കടത്തിവിട്ടുകയല്ലേ അവർ ചെയ്യുന്നത്? 8 മുസ്ലിം ചെറുപ്പക്കാരെ കൊന്നു ഈ സംഘടനയുടെ മെമ്പർമാരായി എന്നതിന്റെ പേരിൽ. അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞങ്ങൾ ഒരു സുന്നി പ്രവർത്തകനെയോ, കാരണം ഒരു മുസ്ലിം ചെറുപ്പക്കാരനെയോ ഞങ്ങൾ കൊലക്ക് പകരം കൊലയായി ഉപയോഗിച്ചോ? എന്തേ കാരണം? ഞങ്ങളിത് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ജനങ്ങളും അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം. ഒരാളെയും കൊല്ലാൻ പോകരുത്, ഒരാളെയും ആക്രമിക്കാൻ പോകരുത്. ഒരു മന്ത്രിക്കും ശഫാഅത്ത് ചെയ്യാൻ പറ്റാത്ത പരലോകം, ആ ലോകത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരാൾക്കും ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത പരലോകം, ആ പരലോകത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഖുർആൻ പറഞ്ഞു വൽ ആഖിറതു ഖൈറും വഅബ്കാ, പരലോകമാണ് ഖൈറും ശേഷിക്കുന്നതും എന്ന്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കാന്തപുരം വിരോധം ഇവരെ എവിടം വരെ കൊണ്ടെത്തിച്ചു. ഇവരെങ്ങനെ കോലം കെട്ടാതിരിക്കും? ഞങ്ങൾക്ക് കോലുണ്ടാക്കിയില്ലെന്നല്ല വിഷമം, നിങ്ങൾ ഉണ്ടാക്കിക്കോ. കോലുണ്ടാക്കൽ ഹറാമാ. ഉണ്ടാക്കിയ കോലം കത്തിക്കലോ നിർബന്ധമാണ്. നശിപ്പിച്ചോളണം, വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. അതാണ് എന്റെ മതവിധി. മൂല്യമാര് പഠിപ്പിച്ചൊരുക്കി. ചോദിച്ചൊരു ചെറുപ്പക്കാരനോടെ, അല്ല സഹോദര, സംഭവം ഞാനായിട്ട് നല്ല ഒരു അടുത്ത ബന്ധമുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരൻ, ആ കുട്ടിക്ക് അങ്ങനെ വെറുപ്പും കാര്യമൊന്നുമില്ല. അല്ല, എന്താപ്പങ്ങൾ ഈ കഥ? അതിന് ഉസ്താദെ, ഞങ്ങളെ ഉസ്താദ്മാര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലീഗ് സ്വർഗത്തുക്കുള്ള പാർട്ടി, അതിന്റെ മെമ്പർ ഉണ്ട്, നിങ്ങൾ പേജ് കണ്ട. ഞങ്ങൾ ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ട്. എങ്ങനെയുണ്ട്? ഈ കോലത്തിലെ അണികൾക്ക് ക്ലാസ് ഇരിക്കട്ടെ. ഇവരുടെ ഞങ്ങൾക്ക് AP ഉസ്താദിന്റെ കോലുണ്ടാക്കി എനിക്കൊന്നും വിഷമായിട്ടില്ല. കാരണം എന്താ? ഉസ്താദിന് കുറെ നേരത്തെ പറഞ്ഞ മാതിരി കൂലി കിട്ടി. പക്ഷെ നിങ്ങൾ ഉസ്താദിന്റെ കോലല്ലേ എന്ന് ഉണ്ടാക്കേണ്ടത്. മൂപ്പർക്ക് കുറെ കിട്ടിയിക്കണേ. നിങ്ങൾക്ക് ഇല്ലാത്തവരെ നമ്മളെ മാതിരി ഒക്കെ ഒരു കോലുണ്ടാക്കിക്കൊണ്ടിട്ടോ, നിങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടി. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്നോണ്ട് എന്താ പതുകൊണ്ടൊക്കെ ഇപ്പൊ കുറച്ച് തുണി. നിങ്ങൾ പൊട്ടത്തരം ചിന്തിച്ചു നോക്കിയോ ലീഗരെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞങ്ങൾ തമാശ പറയല്ല, നിങ്ങൾ എത്ര സ്ഥലത്ത് ഓരോരുത്തരും മലപ്പുറത്തുനിന്ന് പോലെ നേർച്ചപ്പെട്ടി കൊണ്ടുപോകണം അതിന് മണ്ണാർക്കാട്ട് കൊണ്ടു ഞങ്ങളുടെ നാട്ടിൽ കൂടിയേ. എന്നിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെയൊക്കെ പായ വിരിച്ച് നിസ്കരിച്ചും ചെയ്തു. നിങ്ങളെ ആ നിസ്കരിച്ചോ ഇമാമെന്ന് പറഞ്ഞൊക്കെ ഉണ്ടല്ലോ, ഓനോട് നാളെ എന്ത് ചെയ്യോ? നാളെ ജിബിരിയിൽ പറയും പരലോകത്ത് വരുമ്പോഴേ ഇതിലെ മയ്യത്തുകാരത്തിന് നേതൃത്വം കൊടുത്തിന് ബാബാ ഇജ് സിറാത്ത് പാലം മിന്നല് വേദന വയ്ക്കോ അനക്കാണ് സഭായത്ത് നിങ്ങൾ പോയത്തം ചെയ്തു എന്നല്ലാതെ എന്ത്? ഞങ്ങൾ എന്ത് വിചാരിച്ചു? ഞങ്ങൾക്ക് ഇപ്പൊ ആ കോലൊക്കെ അങ്ങനെ ഉണ്ടാക്കി ഞങ്ങളെ ഉസ്താദിന് എത്രയോ കിട്ടി. AP ഉസ്താദ് പറഞ്ഞ എന്താ? അച്ചടക്കം ഞങ്ങളുടെ മക്കളെ കണ്ടുപഠിക്കുന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം ഇവിടെ ശരിക്കും മറ്റു മതസ്ഥരുടെ ബോധ്യപ്പെട്ടു. എന്ത്? ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു സംഘടന, മുസൽമാന്റെ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്ന ഒരു സംഘടന, അത് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ പ്രസ്ഥാനമേ ഉള്ളൂ എന്ന് മണ്ണാർക്കാട് നിങ്ങളുടെ വിജയത്തോടങ്ങൾ തെളിയിച്ചതിന് അഖൈധവമായ നന്ദി നിങ്ങളോട് എല്ലാ കടപ്പാടും ഞാൻ അറിയിക്കാം. നിങ്ങൾ ചെറിയ പണിയൊന്നുമില്ല ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട്. നിങ്ങളെ സംസ്കാരം ശരിക്കും കാണിച്ചത്. ഞങ്ങൾ ഇങ്ങനെയാണ് AP-ക്കാരെങ്ങനെയാണ്. നിങ്ങൾ എന്തൊക്കെ കോലത്തിൽ ചെരുപ്പുമാല AP ഉസ്താദിന്റെ കഴുത്തിൽ ഇല്ലേ? എന്തെല്ലാം കോലത്തിൽ ഒരു കോലുണ്ടാക്കുക. നിങ്ങൾ ചിലാക്കിയ പലർക്കും പലത്. ഇപ്പൊ ഇന്നൊരാളിനോട് പറഞ്ഞു, എന്ത്? കോലുണ്ടാക്കിയ ഒരുത്തനെ പിന്നെ 2 ദിവസം മുമ്പ് പാമ്പ് അടിച്ചു. ഞാൻ തോരക്കണത് അല്ലാഹുവേ അയാൾക്ക് ശിഫ കൊടുക്കണേ എന്നുള്ളതാ. വിവരമില്ലാത്തോണ്ടാണ് പലർക്കും. അതൊന്നത് ആലിമിന്റെതാണ്.
നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ 2006 റഹ്മത്തുള്ള കാസിമിനെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടോക്കൊണ്ട് നിങ്ങൾ. അയാൾ കോലുണ്ടാക്കുന്നതിന്റെ മതവിധി പറയുന്നുണ്ട്. ഈ മൂപ്പര് സിംസാറ് തിരിച്ച മതി തിരുത്തോന്ന് വെച്ചറിയില്ല കേട്ടോ. അല്ല, അതും നമുക്കറിയില്ല. ഈ ഗാന്ധിത്തല കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാരും ആദർശം പോവുക, അങ്ങനത്തെ നിലപാടെടുക്കരുത്. നിങ്ങൾ ചിന്തിക്ക്, ഒരു മനുഷ്യന്റെ കോലുണ്ടാക്കുന്നതിന്റെ വിധി എന്താ? എന്നിട്ടല്ലേ ഒരു ആലിമിന്റെ ഉറക്കട്ടെ. ഒരു മനുഷ്യന്റെ കോലുണ്ടാക്കല് പാടില്ല സുഹൃത്തുക്കളെ. അത് സ്വർഗം കിട്ടുന്ന കാര്യമാണോ? ഈ കോലത്തിൽ നമ്മൾ സമുദായത്തിന്റെ ആളുകൾ അല്ലെ, നമ്മൾ മുസ്ലിങ്ങൾ, ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ കേട്ടു വെക്കും. എന്നിട്ട് ചേലാരി മൗലിയമാര് മണ്ണാർക്കാട് വന്നിട്ട് പ്രസംഗിക്കണറിയോ? കോലുണ്ടാക്കിന്റെ ഉത്തരവാദി നമ്മളാണ്. പടച്ചോനെ, എനിക്ക് ആ സയൻസ് തിരിഞ്ഞതേ ഇല്ല. കോലുണ്ടാക്കിയതുപോലെ, കത്തിച്ചതുപോലെ, പുഴയിൽ ഒഴുക്കിയതുപോലെ, മയ്യത്തിരിക്കാൻ പോയതുപോലെ, എന്നിട്ട് പറയാം അതിന്റെ ഉത്തരവാദി നമ്മളാണ്. ഇത് ചെയ്ത ആൾക്കാരോട് മക്കളെ നിങ്ങൾ അങ്ങനത്തെ തോന്നിയാസങ്ങളിലേക്ക് പോകരുത് എന്നല്ല പറഞ്ഞത്. അപ്പൊ ആ സയൻസ് ചേലാരിക്കാർ, ആ സയൻസ് എനിക്ക് തിരിഞ്ഞില്ല. അപ്പൊ എന്താണോ എ.പി. ബക്കർ മുസ്ലിയാർ അങ്ങനെ പറയാൻ പോയിട്ടില്ലേ? അതുപോലെയുള്ള അക്രമങ്ങൾ ചെയ്ത് ഞങ്ങളുടെ പാവം പ്രവർത്തകന്മാരെ ഇടങ്ങേറാക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കു നേരെയും ഞങ്ങളുടെ ഉസ്താദ് നിലപാടെടുക്കേണ്ടതുപോലെ തന്നെ നിലപാടെടുക്കും. അതിലൊന്നും ഒരു സംശയമില്ല. ജയിക്കട്ടെ തോൽക്കട്ടെ അത് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ വോട്ട് എവിടെ പോകണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഇതൊക്കെ എന്താ ബേജാറ്? 2 മിനിറ്റ് എ.പി. ഉസ്താദ് പറഞ്ഞതിന്റെ കോടി എത്ര ചെലവാക്കേണ്ടി നിങ്ങൾക്കും തിരിഞ്ഞില്ലേ? ആ മൂല്യയുടെ വില നിങ്ങൾ ആലോചിച്ച് നോക്കി. അയാൾ ആരുമല്ല, അയാളെ പിന്നിൽ ആരുമില്ല. എ.പി.ക്കാര് പണ്ടൊക്കെ പണ്ടേ ഇവിടെ ഇടതുപക്ഷത്തിന് ഇങ്ങനെ കുട്ടിക്കൊണ്ടിരിക്കണ വെച്ചാല് എന്തിനാണ് ഇങ്ങനത്തെ കോടി ചെലവാക്കിയതൊക്കെ? ആ മൂല്യയുടെ 2 മിനിറ്റിന്റെ വില മനസ്സിലായില്ലേ? കോടിയുടെ വില. അതാ ഞങ്ങളുടെ മുത്ത് കാന്തപുരം എ.പി. ബക്കർ മുസ്ലിയാർ. മനസ്സിലായ നിങ്ങൾക്ക്? ഞാനിപ്പോ അത് കൂടുതൽ വിശദീകരിക്കില്ല. വെറുതെ നമ്മൾ മണ്ണാർക്കാട് വിശദീകരിച്ച് വഷളാകണ്ട. അത് മണ്ണാർക്കാട് തന്നെ അവർ വിശദീകരിച്ച് നടക്കണില്ല. കാരണം മണ്ണാർക്കാട്ടുകാർക്കൊക്കെ അറിയാം. പിന്നെ ഇപ്പൊ ഇവിടൊക്കെ ചെലവായാലും വിചാരിച്ചിട്ട് വരും ഓരോരുത്തരെ. ഇവിടക്കാണ് ചെലവായി കിട്ടുകയാണെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഘടനാ വിരോധം ഇവരെ കോലുണ്ടാക്കിയിട്ടുള്ള എനിക്ക് വിഷമായത്, നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യം ഞാൻ വായിച്ച. പള്ളി തകർത്തുപടെ ബി.ജെ.പിക്കാര് പ്രസംഗിക്കുക. ആരാടോ പള്ളി തീർത്തത്? ഉളുപ്പില്ലാതെ നമ്മൾ കേൾക്കുക. എവിടെ പള്ളി തീർത്തത്? കേരളത്തിൽ 92 ഫൈസാബാദിലെ പള്ളി തകർത്ത കഥയല്ല ഞാൻ പറയുന്നത്. ഓണപ്പറമ്പിൽ പള്ളി തകർത്തു. ചെറുപ്പക്കാര് കേൾക്കി, നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരായാലും കേൾക്കി. ഞങ്ങൾ പറയുന്ന കാര്യം ഒന്ന് കേൾക്കി. മുസ്ലിം ജമാഅത്തിന് പറയാനാണെന്ന് കേൾക്കി. അങ്ങനെ പള്ളി തകർന്നില്ല. മാങ്ങ വീണപ്പോ പൊട്ടിയതാ ജനൽസില്ല അവിടെ തന്നെ. ചക്ക വീണപ്പോഴാ ഹൗദിന്റെ ടൈൽസ് പൊട്ടിയത്. ഹൗദിന്റെ മേലെ പിന്നെ പ്ലാവലുണ്ടായിരുന്നു. ഇവര് ചിലപ്പോ അതൊക്കെ പറയും. ഇവര് പല നമ്പർ ഇറക്കും. ഈ ഓണപ്പറമ്പിൽ പള്ളി മദ്രസയാണ് തകർത്തു. ഞാനിതൊക്കെ ഒരു LCD ഇട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ച. പക്ഷെ അതിട്ട് കൂടുതൽ പറയുമ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല. അതിന് ഞാൻ പെരുന്നാളങ്ങോട്ട് കഴിയട്ടെ വിചാരിച്ച് കാത്തിക്കുക. അന്ന് ഞാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു വിശാലമായ ഒരു ആദർശസമ്മേളനം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഇതിന് ആവശ്യമില്ല. അതല്ലെങ്കിൽ ഞാൻ ആ പള്ളി തകർത്ത കിടക്കുന്ന രംഗവും ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കണ്ടതാണത്. ചുരുക്കി പറയുകയാണെങ്കിൽ പള്ളി തകർത്തത് ഇവരാന്നുള്ളത് നാട്ടുകാരടിയിൽ പച്ചവെള്ളം പോലെ എല്ലാവർക്കും മനസ്സിലായി. അതിലിവര് എന്ത് ചെയ്തറിയോ? ഒരബദ്ധം എടുത്ത് പറ്റിക്കണം. അബദ്ധമല്ല, ഒരു കരുതി കൂട്ടി ചെയ്ത തന്നെ. ഇതിന് നമുക്ക് എ.പി.ക്കാർക്ക് ഒരു തിരിച്ചടി കൊടുക്കണം. അതിനെന്താ? ഇപ്പൊ ഈ ചേളാരി മൊല്ലമാരാണ് ഇവർക്ക് ഈ ക്ലാസ് എടുത്ത് കൊടുക്കുക. അയറ്റളെ തലച്ചോറിൽ എത്ര ഉള്ളൂ നിങ്ങൾക്ക് അറിയില്ലേ? ഓല് പറഞ്ഞേ ഒരു കാര്യം ചെയ്താലോ? എന്തേ? നമ്മളപ്പ പഴയ മദ്രസ ഏതായാലും പൊളിച്ചണല്ലോ. എന്നാ പിന്നെ അത് നമ്മളെന്നാണ് കത്തിച്ച. എന്നിട്ട് എന്ത് ചെയ്താൽ എ.പി.ക്കാര് കത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവര് വിചാരിച്ചു നാട്ടിൽ മൊത്തം വിശ്വസിക്കുന്ന. അപ്പൊ ഈ പള്ളി പൊളിച്ച കഥ ഇക്കൂടിയാണ് മറക്കുന്നു വിചാരിച്ചു. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ദിവസം ആ മദ്രസ കത്തി. എവിടെ കത്തി? ഓണപ്പറമ്പിൽ കത്തി. 2013 ഒക്ടോബർ 19 ചന്ദ്രിക വായിച്ച തൈഫ് ഉണ്ടാവില്ലല്ലോ, സനത് മുത്തസില കേട്ടോളി. ഓണപ്പറമ്പിൽ അഗ്നിക്കിരയാക്കപ്പെട്ട മദ്രസയിലെ ബെഞ്ചുകളും അലമാരകളും. ഇതാ ചിത്രം. ബെഞ്ചും അലമാരൊക്കെ ഇങ്ങനെ കത്തിക്കിടക്കുക. ഈ വാർത്തയും വായിച്ചാൽ ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ട് കേട്ടോ. 2013. ഈ 2013 എല്ലാ പ്രശ്നവും വരെ ഉണ്ടാക്കിയത്. അന്നാണ് ഈ പള്ളി പൊളിച്ചലുണ്ടാക്കിയത്. എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് അതിലാണ്. അതിന് കാരണമുണ്ട്. എല്ലാം കൂടി കൊലപാതകം 2013. നിങ്ങൾ 2013 എടുത്തു നോക്കിയാല് ഒരു അഴിഞ്ഞാട്ടത്തിന്റെ ഒരു കൊല്ലായിട്ട് ചേലാരി സമസ്തന്റെ ഒരു അഴിഞ്ഞാട്ട കൊല്ലായിട്ട് കാണാൻ കഴിയും. അതിന് കാരണം തരും. പൂക്കോട്ടൂരിലൊരു അനൗൺസർ ഉണ്ട്. മൂപ്പര് അവിടുന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് കാസർകോട്ട്. നിങ്ങളൊക്കെ സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു സമ്മേളനമാണല്ലോ. ആ സമ്മേളനം കഴിഞ്ഞിട്ട് ഇയാൾ സമ്മേളനത്തിൽ പറയാ, നിങ്ങളൊക്കെ മഹലിൽ ചെന്നിട്ട് എ.പി.ക്കാരെ പടിയടച്ച് പുന്തം വെക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് എങ്ങനെ മഹലിൽ കൂടിയൊക്കെ പ്രശ്നം ഉണ്ടാകാതിരിക്കുക.
ഇപ്പൊ അയാളെ പുതിയൊരു കോമഡി ഞാൻ കേട്ടു. എന്തറിയോ? 100ാം വാർഷികത്തോടെ ഇവന് ഏപ്പിക്കാരുടെ ഉണ്ടാകാൻ പാടില്ല, എന്നാ ഞങ്ങൾക്കൊക്കെ കുരുടാൻ കലക്കി തന്നാണ്ടി. അല്ലാന്ന് ഞാൻ എന്തെന്നാ പറയാ? ഇയാളെ പുതിയ തമാശേനത് എങ്ങനെയുണ്ട്? ഇതിറ്റേക്കൊക്കെ പറ്റിയ നേതാവും. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇനി ഞാൻ വാർത്ത വായിച്ചാൽ, കണ്ണൂർ ഓണപ്പറമ്പിൽ മദ്രസ അഗ്നിക്കിരയാക്കി. പഴയങ്ങാടി തളിപ്പറമ്പിന് സമീപം ഓണപ്പറമ്പിൽ മദ്രസ കെട്ടിടം ഇന്നലെ പുലർച്ചെ തീവെച്ച് നശിപ്പിച്ചു. സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 100ഓളം വർഷം പഴക്കമുള്ള നൂറുൽ ഇസ്ലാം മദ്രസക്കാണ് ഇന്നലെ പുലർച്ചെ 4 മണിയോടെ പ്രധാന വാതിൽ തകർത്ത് അകത്തുകടന്ന് അക്രമികൾ തീവെച്ചത്. എല്ലാരും കേൾക്കിട്ടോ? സംഭവത്തിന് പിന്നിൽ കാന്തപുരം വിഭാഗം സുന്നികളാണെന്ന് മദ്രസ ഭാരവാഹികൾ പറഞ്ഞു. ഏപ്പിക്കാരാണ് മദ്രസ എത്തിച്ചത്. മദ്രസ കമ്മിറ്റിക്കാർ പറഞ്ഞല്ലോ. പുലർച്ചെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന മദ്രസ അധ്യാപകനാണ് കെട്ടിടം കത്തുന്നത് ആദ്യം കണ്ടത്. മൂപ്പര് എങ്ങനെ ആദ്യം കണ്ടതെന്ന് ഞാൻ പിന്നെ വിശദീകരിച്ചുതരാം. ഇദ്ദേഹം വിവരം നൽകിയതോടെ ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. മൊയ്ലേര് പറഞ്ഞു, വണ്ടിയേരിയോന്ന് പറഞ്ഞു. എന്തേ നമ്മള് മദ്രസ കത്തുന്നുണ്ടോ പറഞ്ഞു. നാട്ടുകാരൊക്കെ കൂടി മദ്രസ കത്തുന്നത് എടുത്തി. കേട്ടോളി. പിന്നാലെ എത്തിയ അഗ്നിശമന സേന 1.5 മണിക്കൂർ സാഹസപ്പെട്ടാണ് തീ അണച്ചത്. 1.5 മണിക്കൂറോണ്ടൊക്കെ തീ അണക്കണമെന്നുണ്ടെങ്കിൽ എമ്മാതിരി മണ്ണെണ്ണങ്ങൾ ഒഴിച്ചിക്കണത്. ഇനി തീർന്നില്ല, കേട്ടോളി. ഓഫീസ്, അപ്പോഴേക്ക് ഓഫീസ്, നിസ്കാര ഹാള് എന്നീ പ്രധാന ഭാഗങ്ങൾ കത്തി നശിച്ചിരുന്നു. മദ്രസ രജിസ്റ്റർ ചെയ്ത 1946 മുതലുള്ള രേഖകളും കത്തിയിട്ടില്ല. വച്ചതണ അതുവരെ എടുത്തു മാറ്റിച്ചിരുന്നു. അതുമൊക്കെ ഈ തെളിവുണ്ടാക്കിയത്. കേട്ടോളിട്ടോ. രേഖകളും ഖുർആൻ ഹദീസ് അടക്കമുള്ള ഗ്രന്ഥങ്ങളും സൂക്ഷിച്ച ഷെൽഫുകളും കത്തിയവയിൽ പെടും. എന്തൊക്കെ കത്തിയത്? ഖുർആൻ അടക്കം കത്തി. എവിടെ കത്തി? മദ്രസന്റെ ഉള്ളിൽ കത്തി. ഇത്രയും കത്താൻ ഖുർആൻ എവിടെ കിട്ടിയത്? നിങ്ങള് തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ വാങ്ങിക്കൊണ്ടതല്ല. ഈ ഐതുകൾ കേൾക്കി. തലേന്ന് ഈ മൗലിയര് വന്ന് ആദ്യം കണ്ട മൗലിയരുണ്ടല്ലോ, ആ മൗലിയര് മഹാസംഭവമാണ്. മൂപ്പരെ പോലത്തെ മൗലിയന്മാര് പറഞ്ഞു കൊടുത്തു മദ്രസീന്ന്, മക്കളെങ്കിൽ നാളെ വരുന്ന സമയത്ത് പൊരയത്തെ പഴയ മുസാഫൊക്കെ ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികളെ വിചാരം എന്താ? ഉമ്മാരോട് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ ഉസ്താദ് പഴയ മുസാഫൊക്കെ കൊണ്ടെല്ലാം പറഞ്ഞിട്ടാണ്. അപ്പൊ ഉമ്മാര് കരുതിയേറ്റ പാവങ്ങളാണല്ലോ. അയച്ച കരുതിയത് എന്താ വെച്ചാല് ഈ പാവപ്പെട്ട രക്ഷിതാക്കളെ മക്കൾക്ക് കൊടുക്കാനായിരിക്കും വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? ഈ പഴയ മുസാഫൊക്കെ മക്കളെ കയ്യിൽ കൊടുത്തു. ഇതൊക്കെ പാടെ മദ്രസയിലിട്ടിട്ട് അവരങ്ങോട്ട് കത്തിച്ചു തുടങ്ങി. ഇനി ഈ കത്തിച്ചത് ആരാ? ഇവര് പറഞ്ഞത് AP വിഭാഗമാണെന്നല്ലോ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾക്ക് ആദർശം പറഞ്ഞു വരാൻ വേണ്ടി കണ്ടി കയറി വരുന്ന മൊല്ലമാരെ, അവർക്ക് വേദി കെട്ടിക്കൊടുക്കുന്നവരെ, ഓണപ്പറമ്പിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കത്തിച്ചത് ഏപ്പിക്കാരായ ഒരു പ്രവർത്തകനാണെന്ന് തെളിയിച്ചതെന്നാൽ സിദ്ദീഖ് സഖാഫി പിന്നെ പ്രസംഗിക്കൂല. നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ കത്തിച്ചതല്ലേ? അടുത്ത തെളിവ് പിടിച്ചോളി. ഏതാ പത്രം? മാധ്യമം. മാധ്യമം പത്രം. മാധ്യമങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വസ്ത്രം അല്ലേ? നിങ്ങൾക്ക് പറ്റാത്ത വസ്ത്രപ്പോ സിറാജൊക്കെ ഉണ്ടാവും. മാധ്യമം 2013 ഒക്ടോബർ 29. നേരത്തെ വായിച്ച പത്രം ഒക്ടോബർ 19. 10 ദിവസത്തിന് ശേഷം അതാ നമ്മളെ കേരള പോലീസിന്റെ പവറാണതൊക്കെ. ഓലെ മര്യാദക്ക് വിട്ട പ്രതികളെ കൊലുവേം പിടിച്ചേരും. സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. അറിയിച്ചു നോക്കണം. ഈ 29 ചൊവ്വാഴ്ചത്തെ മാധ്യമത്തില് റിപ്പോർട്ട് വന്നു. ഓണപ്പറമ്പ് മദ്രസ തീവെപ്പ്, ഒരാൾ അറസ്റ്റിലായത് EK സുന്നി പ്രവർത്തകൻ. കത്തിയതാര മദ്രസ? ചേലാരിക്കാര് മദ്രസ കത്തി. ആരെയാ പിടിച്ചത്? EK സുന്നി പ്രവർത്തകൻ. ഇതെന്താ തമാശ? ഇനി വാർത്ത വായിച്ചേരട്ടോ. വാർത്ത കേട്ടോ. പഴയങ്ങാടി കൊട്ടില ഓണപ്പറമ്പിൽ സമസ്ത EK വിഭാഗം സുന്നി നിയന്ത്രണത്തിലുള്ള നൂറുൽ ഇസ്ലാം മദ്രസ കത്തിച്ച സംഭവത്തിൽ ഒരാളെ പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ EK ഷിജു അറസ്റ്റ് ചെയ്തു. നരിക്കോട് എറന്തല ജുമാ മസ്ജിദിന്റെ റസീവർ തകൃതി മുഹമ്മദ് തകൃതിപരമായിട്ട് മദ്രസ കത്തിച്ചാൻ പോയത്. ഇനി കത്തിച്ചത് ഈ ചേനാരി കമ്പനിയാണ്. പിന്നെ എങ്ങനെ അറിയുന്നത്? അതും ഞാൻ പറഞ്ഞുതരാം. ഈ കത്തിക്ക മദ്രസിന്റെ അടുത്ത് ഇവരൊക്കെ ഇങ്ങനെ പോയി നോക്കി. ഖുർആനൊക്കെ ഇങ്ങനെ പാതി കത്തിക്കട പത്രത്തില് സോഷ്യൽ മീഡിയയില്
അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീ പുരുഷന്മാരും ഏപ്പിക്കാർക്കെതിരെ തിരിയണം, ഖുർആൻ കത്തിച്ച ടീമാണിവരെന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു ഇതിന്റെ പാവം ആഗ്രഹം. പക്ഷെ പടച്ചോനാണല്ലോ ലോകം നിയന്ത്രിക്കുന്നത്. അള്ളാഹു താല ലോകം നിയന്ത്രിക്കുന്ന പടച്ചോനാണല്ലോ. ഇവരെ വിചാരം ചേളാരി എപ്പീസ് എന്ന കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാമെന്നതാണ്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും പോലീസുകാർ ഇവിടെ ചെന്ന് ഈ കത്തിക്കിടക്കണ മദ്രസന്റെ ചുറ്റും. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം കണ്ട മൂല്യവരുണ്ട് കേട്ടോ അവിടെ. എല്ലാരും ഇങ്ങനെ നിൽക്കാം. ആ സമയത്ത് എന്ത് ചെയ്തു, പോലീസുകാരൊക്കെ ഇങ്ങനെ, അവർക്ക് എല്ലാ തന്ത്രങ്ങളൊക്കെ ഉണ്ടാവുകയും. അപ്പൊ അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഈ മൂല്യരൊക്കെ ഇങ്ങനെ നോക്കി. കാരണം ആ മൂല്യരെ കണ്ടാൽ തന്നെ അറിയാം നമ്മളെ ജാതി മൂല്യന്മാരല്ലാത്തവരെ പോലീസുകാർക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ സമസ്ത പഠിപ്പിച്ചേ, നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യം പറയേ, നിങ്ങൾ ശംസുലമയുടെ പാരമ്പര്യം പറയേ, നിങ്ങൾ ഓക്കെ ഉസ്താദിന്റെ പാരമ്പര്യം പറയേ. നിങ്ങൾക്ക് ഇസ്ലാം ഒരു പാലത്തുമ്പോ കൂടി പോണ ഒരു തോടിന്റെ മേലുള്ള ചെറിയൊരു കോൺക്രീറ്റ് പാലത്തുമ്പോ കൂടി ഇവര് ചെയ്തെന്താ, നിങ്ങള് മൂല്യര് ഇതുമ്പോ കൂടി പോണ്ട വിചാരിച്ചിട്ട് മൂല്യ ആ പാലം JCB കൊണ്ട് തലേന്നാണ് പൊളിച്ചത്. ഒരു ദിവസം എപ്പിസോഡ് ഇവിടെ നിന്നിട്ട് നാട മുറിച്ചട്ടെ എന്ന് അവർ വിചാരിച്ചത്. ഇവിടുന്ന് തോരുന്നു പോട്ടെ, അപ്പുറത്തേക്ക് കിടക്കരുത്. മുസ്ലിം ജമാഅത്ത് ഉണ്ടാവുമ്പോണ്ടോ മുത്തിന് വല്ല വിഷമോ. രാത്രിക്ക് 1.25 മീറ്ററിന്റെ കോൺക്രീറ്റ് പാലാണ് കിട്ടും. ഇനി അതല്ല, നിങ്ങൾ പാലം ഒന്നാകെ പൊളിച്ചു, നിങ്ങൾ ഉണ്ടാക്കിയ പാലം എന്ന് പറഞ്ഞിട്ട് ഇനി ഏത് പാലങ്ങൾ പൊളിച്ചുകൊണ്ടായാലും ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് ഇറക്കിച്ചിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അതാണ് മുസ്ലിം ജമാഅത്ത്. നിങ്ങൾ ചിന്തിച്ചോ? അങ്ങനെ എപ്പിസാദി പാലത്തുമ്പോ കൂടി തന്നെയാണ് മദ്രസ ഉദ്ഘാടനത്തിന് വരും. മദ്രസ ഉദ്ഘാടനത്തിന് വന്നിട്ട് ചെയ്ത കോല അതൊക്കെ. എന്നിട്ട് അതുമല്ല രസം, ഈ പാലത്തുമ്പോ കൂടി ഒരാളിങ്ങനെ എത്തിമ്പാളി നോക്കി പോകും. പള്ളി മദ്രസൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഈ അസ്മാഉൽ ബദർ ഇങ്ങനെ തൂക്കി വെച്ചാണ് മദ്രസന്റെ മുന്നിൽ, ബദരീങ്ങളുടെ പേര്. അപ്പൊ വന്നത് ഇവരുടെ ആളാണല്ലോ. ഇയാള് നേരെ പോയിട്ട് ഓലോട് പറഞ്ഞു, എങ്ങനെ പാലം കെട്ടായിരിക്കുക, എങ്ങനെ എത്ര പെട്ടെന്ന് മദ്രസന്റെ പണി തീരാതിരിക്കുക, അറബികളെ പേരാ മൊത്തം പൈസ കൊടുത്തോരെ ഈ പേരവിടെ എഴുതി വെച്ചിക്കണ്. ബദരീങ്ങളെ പേരാന്നുള്ളത് അറിയണ്ടേ? അത് അസ്മാഉൽ ബദറാൻ തിരിയണ്ട, അറബികളെ പേരാണ്. സത്യത്തിലെ അറബികളെ പേരാണ്. അസ്മാഉൽ ബദറൊക്കെ ബദരീങ്ങളൊക്കെ അറബികൾ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചോക്കി, അത് പൈസ എന്ന അറബികളെ പേരല്ല, അതിനാണ് അസ്മാഉൽ ബദർ എന്ന് പറയാം. നിങ്ങളെ ഷെറ് ഞങ്ങൾ തടയാൻ ഞങ്ങൾ അതിലൊക്കെ വിശ്വസിക്കരുത്. ഞങ്ങൾ വിശ്വസിക്കൽ അതിലൊക്കെയാണ്, ഞങ്ങളുടെ വിശ്വാസവും അതിലാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഈ കുറുവടിന്റെ പ്രയോഗമല്ല, ഞങ്ങൾക്ക് ഈ ചീമുട്ട പ്രയോഗമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചെങ്ങായിമാരെ, ചക്ക കെട്ടാൽ ഏതെങ്കിലും ഭാഗം നന്നായി എടുക്കാൻ കഴിയും. ഈ കോയിമുട്ട കെട്ടാനുള്ള കഥ എന്താ? ഇവരെന്നെ നിയന്ത്രിക്കേണ്ട നേതാക്കന്മാരെ കഥയാണിത്. അവരല്ലേ അണികൾക്ക് നല്ല സംസ്കാരം വെച്ച് പൊളിപ്പിക്കേണ്ടത്. ഇതൊക്കെയാണ് നിങ്ങൾ ഈ കാന്തപുരം വിരോധങ്ങൾ എവിടെ കൊണ്ടെത്തിക്കും നിങ്ങൾ ചിന്തിക്കും. നിങ്ങളിപ്പോ ഈ മണ്ണാർക്കാടിന്റെ പേരും വന്ന് ഞങ്ങളൊക്കെ മൂക്കുകൂടികൾ വലിച്ചാൽ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങൾ മണ്ണാർക്കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പണി കഴിഞ്ഞു. ഞങ്ങളുടെ പണി അന്ന് തന്നെ തീർന്നിക്കണം. 19 കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ പണി കഴിഞ്ഞ് ഞങ്ങൾ മുസ്ലിം ജമാഅത്തിന്റെ മീറ്റ് ചെയ്ത് മറ്റേത് എക്സിക്യൂട്ടീവ് പിന്നെ SSF സാഹിത്യോത്സവത്തിന്റെ വർക്ക് വരിപ്പോൾ നിങ്ങൾ ഇങ്ങനെ നടന്നോളൂ. ഇതിന്റെ പിന്നിൽ മണ്ണാർക്കാട് 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 നിങ്ങൾ അങ്ങനെ നടക്കി 5 കൊല്ലം മണ്ണാർക്കാട്. മനസ്സിലായില്ലേ? അതേ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ എല്ലാരും കൂടി മണ്ണാർക്കാട് നോക്കിയപ്പോ തന്നെ ആ താനൂര് പോയി. തമാശ പറയില്ല, 60 കൊല്ലായിട്ട് അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. പണ്ട് കാലത്തെ കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ എത്ര 50,000 പോയി നിർത്തിയിട്ട് ഇങ്ങനെ പാടി വെക്കിയത്. അപ്പൊ സെക്യൂരിറ്റി വെച്ച് എന്താ വെച്ചു, നോളേജ് സിറ്റിയോ എന്ത് നോളേജ് സിറ്റി പിന്നെ പോരാ അവിടുന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് പോരും, അടുത്തോടത്ത് പോയി വെക്കും. ഇത് എവിടെ ഇവർക്ക് ഒരു പിടുത്തം കിട്ടിയില്ല ഈ ഭൂമി വാങ്ങിയതും ഇതിന്റെ കാര്യങ്ങൾ ചെയ്തതും. കാരണം 125 ഏക്കർ ഭൂമി ഒറ്റടിക്കണം വാങ്ങിയതല്ല. ഇതിന്റെ ഓരോ പണികളും കഴിഞ്ഞ് പറയേണ്ട സമയം ഇപ്പൊ പറഞ്ഞ് നോളേജ് സിറ്റി വരുന്നത് കൈതപ്പൊയിലാണ്. അവിടെ 125 ഏക്കറോളം ഭൂമി ഞങ്ങൾ സ്വന്തപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ ഒരു രഹസ്യാന്വേഷണത്തിന് വേണ്ടി പോയി നോക്കി. അപ്പൊ ഇവര് പറയാ, മൂല്യൊരു സംഭവട്ടാ, ഇത് മൊത്തം മൂപ്പര് വാങ്ങിക്കണം. മൂപ്പര് മൊത്തം വാങ്ങിക്കണേ. ഏതായാലും വാങ്ങലും കഴിഞ്ഞ് കച്ചവടമായി. ഇനിയിപ്പോ നമുക്ക് ഇത് മുടക്കാൻ നോക്കണം. ഇതിവിടെ വരാൻ പാടില്ല. അതിന് വരെ കോടതിയിൽ പോയിട്ട് പറഞ്ഞ നോണകെട്ടിക്കണ നിങ്ങളെ സമത്തന്റെ ബുക്കിൽ എന്താ നിങ്ങളോട് പഠിപ്പിക്കുന്നത്? ഉലിൽ ഹക്ക വലൗകാന മുറാന്നല്ലേ? സത്യം കൈപ്പുള്ളതാണെങ്കിൽ സത്യം മാത്രമല്ലേ പറയാവുന്ന. കോടതിയിൽ പോയിട്ട് ഇവര് പറഞ്ഞെന്തറിയോ, നോളേജ് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് 100 വർഷം പഴക്കമുള്ള മരം മുറിച്ചിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ കൈതപ്പൊയിലേ 100ഓളം കൊല്ലം പഴക്കമുള്ള മരണ്ട്. ഇനി മാത്രല്ല, ചീറ്റപ്പുലി പോലെയുള്ള വന്യജീവികൾക്ക് വംശനാശം നേരിടുന്നത്. ഞാൻ പറയലും ഇവരിലോട്ട് ചീറ്റപ്പുലിന്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈച്ചവാരി നടക്കുന്ന ഒരു കൈതപ്പൊയിൽ, മൊയലും അതുപോലെ തന്നെ പൂച്ചയോടി നടക്കുന്ന ഒരു കൈതപ്പൊയിൽ, പൂച്ചകളും പട്ടികളും ഒക്കെ കൂടി ഒരു ഒഴിഞ്ഞിടക്കണ സ്ഥലം. എന്നിട്ട് അവിടെ പോയിട്ട് വന്യജീവി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് തൽക്കാലത്തേക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ഇവര് പണിയൊപ്പിച്ചു.
അതിനെന്നെ ഇവർക്ക് ലക്ഷങ്ങൾ ഉറുപ്പ്യ ചെലവാക്കി. അതൊക്കെ എവിടുന്ന് ഉണ്ടാക്കി എന്നുള്ളത് നാട്ടുകാർ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഓല നാട്ടുകാർ, ഞങ്ങൾക്ക് അതിലൊന്നും കാര്യമല്ല. എവിടുന്നാലും ഇവര് പൈസ ഒപ്പിച്ചുണ്ടാക്കിയിരിക്കണം. പൈസ എവിടുന്ന കിട്ടിയെന്നുള്ള നിങ്ങൾ അന്വേഷിച്ചോണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ താൽക്കാലിക കാലത്തേക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിയേക്കാൻ പറഞ്ഞപ്പോ പിറ്റേന്ന് വെണ്ടക്കാച്ചരത്തിൽ നോളേജ് സിറ്റി മുടങ്ങി. അപ്പൊ അന്വേഷണം തേടി, അന്വേഷണം നടത്തി. ആരോട്? കലക്ടറോട് വിശദീകരണം കൊടുക്കാൻ പറഞ്ഞു, സർക്കാരിനോട് വിശദീകരണം കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു കലക്ടർ ഉള്ളതുപോലെ പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, നല്ലൊരു കാര്യമാണ് അവിടെ വരുന്നത്. ആ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള അനുമതി തുടർന്ന് ലഭിക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെ മുടക്കാൻ പറ്റും ആ ഒരു കോലത്തിലാണ്. നമ്മുടെ ഒരു പള്ളി വരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഇവര് എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് നമ്മൾ RSS BJP-ക്കാരെ കൂട്ടുപിടിച്ചിട്ട് ആ പള്ളി സ്റ്റേ ചെയ്യിച്ചൊരു സംഭവം ഞങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവരെ എത്ര സ്ഥലത്ത് ചെയ്തു? ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് എത്ര പറയാണ്ട്. ഇതാണ് ഇവരുടെ സംഘടനാ പ്രവർത്തനം. വിരോധം വെച്ചു കൊടുക്കുക. എന്നാ കാന്തപുരം ഉസ്താദോ, ഈ വിരോധമൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉസ്താദിന്റെ മനസ്സ് വിശാല മനസ്സാണ്. കാശ്മീരിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുത്തപ്പോ കാന്തപുരം കാശ്മീരിൽ തീവ്രവാദമാണ് വളർത്തുന്നതെന്ന് പറഞ്ഞ പത്രസമ്മേളനം നടത്തി. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഇവര് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. പത്രക്കാരൊക്കെ പോയി ഇവരെ വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഏതായാലും ഒരു ചായയും ബിസ്ക്കറ്റും കിട്ടുമല്ലോ വിചാരിച്ച ഒരു വന്നതും. കാരണം അപ്പുറത്തൊന്നും വരുന്ന ക്യാമ്പൊന്നും ഉണ്ടാവില്ലെന്ന് പത്രക്കാർക്കും അറിയാം. വന്നു നോക്കുമ്പോ എന്താ പുതിയത് വല്ലത് വിചാരിച്ച് നോക്കുമ്പോ പറയാ, പിന്നെ കാന്തപുരത്തിന്റെ തീവ്രവാദ ബന്ധം അന്വേഷിക്കണം എന്ന് പറയാനാണ് നിങ്ങളൊക്കെ വിളിച്ചുകൂട്ടിയത്. അപ്പൊ ഇവര് എന്റെ കാര്യം അല്ല, കാശ്മീരിൽ നിന്ന് മൂപ്പര് കുട്ടികളെ ഏറ്റെടുത്തില്ല. പത്രക്കാരിങ്ങനെ തലയും താത്തി ചേച്ചി ഈ മൂല്യന്മാരൊരു തമാശ. അത് അവിടുത്തെ മുഖ്യമന്ത്രിയാ കൊടുത്തുവിട്ടത്. അത് കേന്ദ്ര സർക്കാരിനും അറിയാം, ഇവിടുത്തെ സർക്കാരിനും അറിയാം. ഏതായിരുന്നാലും കൊടുന്ന ചായ കുടിച്ചാൽ ബിസ്ക്കറ്റിൽ നിന്ന് പോകപ്പെടുന്നു ഒരു വാർത്ത എന്നതാ. ഒരു കുട്ടി വേണ്ടിയില്ല, അന്നില്ലേ വിചാരിച്ചിട്ട് ഏതായിരുന്നാലും ചായപ്പതിനെ ഒരു ചായ കിട്ടിയില്ല വിചാരിച്ചിട്ട് ഒരു പറഞ്ഞ മാതിരി ഒന്ന് വായിച്ചു പോയി. അപ്പുറത്തൊക്കെ ഒരു ചർച്ചയായില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്, ഒരു ചർച്ചയിൽ ഒരു RSS അതിന്റെ പേര് ഇവിടെ ഒച്ചപ്പാണ്ടാക്കിയില്ല. കാശ്മീരിൽ നിന്ന് കാന്തപുരം കുട്ടികളെ ഏറ്റെടുത്തവരുണ്ട്. ഒരു മാർക്സിസ്റ്റുകാർ ഒച്ചപ്പാണ്ടാക്കിയില്ല, ഒരു കോൺഗ്രസ്സുകാർ ഒച്ചപ്പാണ്ടാക്കിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരിൽ ഒച്ചപ്പാണ്ടാക്കിയത് കാന്തപുരം വിരോധം അജണ്ടയാക്കി ജീവിക്കുന്ന ഈ വിഭാഗമാണ് ഒച്ചപ്പാണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കാന്തപുരം ഉസ്താദ് ആ കുട്ടികളെ ഇവിടെ ഏറ്റെടുത്ത് പഠിപ്പിച്ചു. ഇപ്പോൾ അവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നു. അൽഹംദുലില്ലാ, കാശ്മീരിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടക്കുന്നു. ഗുജറാത്തിൽ 7ഓളം സ്കൂളുകൾ നടക്കുന്നു. വിമർശിച്ച് നടക്കുന്നവർക്ക് ഒരു ഓല ഷെഡ് പോലും ഗുജറാത്തിലില്ല. നമുക്ക് 7ഓളം സ്കൂളുകളാണുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ തീർന്നു, അതൊക്കെ പഴയ കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരോട് ഞമ്മക്ക് ഇവരെ മാതിരി വെറുപ്പില്ലെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അന്നം തിന്നുന്നവന് തിരിയുന്നൊരു ഉദാഹരണം. ഈ ഒരു ഘട്ടമൊക്കെ പിന്നിട്ട് പോന്ന ശേഷം കേരളത്തിലൊരു യത്തീംഖാന വിവാദം ഉണ്ടായി. ആ പാലക്കാട് ജില്ലയിൽ, ഞങ്ങളുടെ ജില്ലയിൽ ഒലവക്കോടിലാണ് ഈ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയത്. ആ കുട്ടികളെ എവിടെ പഠിച്ചാൽ വന്നാൽ നിങ്ങൾ ഒന്ന് മുക്ക എത്തീങ്കാനിൽ, ഒന്ന് വട്ടത്തൂർ എത്തീങ്കാനിൽ, ഇങ്ങനെയുള്ള എത്തീങ്കാനകൾ പഠിപ്പിക്കാൻ ചേളാരി സംസ്ഥയുടെ അണ്ടറിലുള്ള കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള കുട്ടികളായിരുന്നു. എങ്ങനെയാണ് ആ കുട്ടികളിൽ ചില വിവാദങ്ങൾ ഉണ്ടായത്? കുട്ടികൾ റെയിൽവേ ട്രെയിനിൽ യാത്ര ചെയ്തത് ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ട് ില്ലാതെ യാത്ര ചെയ്തു എന്ന് പറയുന്നു. അതേപോലെ പല രേഖകളും ക്ലിയർ അല്ല എന്ന് പറയുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് വലിയ വിവാദമായി. മാധ്യമങ്ങൾ ആഘോഷിച്ചു. എന്തൊക്കെ പറഞ്ഞു? മനുഷ്യക്കടത്താണെന്ന് വരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മനുഷ്യക്കടത്ത് എന്ന് പറയണമെങ്കിൽ സെക്സ് റാക്കറ്റുകൾക്ക് വേണ്ടി കൊണ്ടുവരണം. മനുഷ്യക്കടത്ത് എന്ന് പറയണമെങ്കിൽ ഇവിടെ അവയവദാനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണം. ഇവിടെ വലിയ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഇതിന് പിന്നിൽ വലിയ അജണ്ടകൾ ഉണ്ടാകണം. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ, യത്തീംഖാനകൾ അടച്ചുപൂട്ടണം, ഇവിടെ വ്യാപകമായ യത്തീംഖാനകൾ ഈ കോലത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു വേട്ടയാടൽ ശ്രമമുണ്ടായ സമയത്ത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറ. മാധ്യമങ്ങൾ മുഴുവനും കാരന്തൂരി മർക്കസിലേക്ക് ഒഴുകിയെത്തി. കാരണം അവരൊക്കെ ആഗ്രഹിച്ചെന്നറിയോ, ഇത് കാന്തപുരം ഒരു വടിയായി ഉപയോഗിക്കുമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് വീണ് കിട്ടിയ അവസരമാണ്. കാശ്മീരിലെ കുട്ടികളെ നിയമപരമായി മുഖ്യമന്ത്രി തന്നെയും കേന്ദ്ര സർക്കാർ അറിഞ്ഞും കേരള സർക്കാർ അറിഞ്ഞും ഒരു രാജ്യത്തിന്റെ അഭിമാനം, ഒരു രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച മഹാനായ കാന്തപുരം ഉസ്താദ് ആ കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്തതെന്ന് മാധ്യമങ്ങൾക്കറിയാം. പക്ഷേ എന്നിട്ടും അവര് വിരോധം വെച്ച് ഉസ്താദിനെ വേട്ടയാടി. ഇത് ഉസ്താദ് ഒരു ആയുധാക്കുന്നു കരുതിയിട്ട് ഇവരെല്ലാവരും ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദ് എന്താ പറഞ്ഞറിയോ? ആ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ചെയ്തു കൊടുക്കും. മുക്കം യത്തീംഖാനയിലേക്ക് കാന്തപുരം ഉസ്താദ് വിളിച്ചു. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, ഞങ്ങളുടെ ഭാഗത്തു നിന്നും വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. മാധ്യമങ്ങളോട് പറഞ്ഞ എന്താ? അന്യ സംസ്ഥാനത്തിലെ പാവപ്പെട്ട കുടുംബത്തിലെ മക്കളാണ് ആ കുട്ടികൾ. സ്വന്തം രക്ഷിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാമ്പത്തികമായി കഴിയാത്ത മക്കൾ. അവരെ സ്ഥാപനങ്ങളോ മതസംഘടനകളോ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അല്ല, അവർക്ക് രേഖകൾ ക്ലിയർ അല്ലയോ, അവർക്ക് മറ്റേതെങ്കിലും തടസ്സങ്ങളുണ്ടോ, അത് അതിന്റെ ആ വഴിക്ക് നീങ്ങുക എന്നല്ലാതെ അതിന്റെ മറവിലെ തീങ്ങാനകൾ അടച്ചു പൂട്ടിക്കാനോ ആ കുട്ടികളുടെ പഠനം മുടക്കി നാട്ടിലേക്ക് തിരിച്ചുവിടാനോ
ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ സഹിഷ്ണുതയുടെ കേദാരമാണ് എന്ന് പറയുന്ന പടി. തിരിച്ചു മനസ്സിലാക്കി. ആ കുട്ടികൾ വന്നത് മുക്കെത്തിങ്ങാനിക്കല്ല. ആ കുട്ടികൾ വന്നത് എവിടുക്കറിയങ്ങള്? ആ കുട്ടികൾ വന്നത് കാരന്തൂര് മർക്കസ്. മൂപ്പർക്ക് കാറ്റടിച്ചണ പണിയുണ്ട് വിചാരിച്ചു പ്രവർത്തകര്. മൂപ്പര് നേരെ സ്റ്റേഷന്റെ മതിൽമക്ക് എന്നിട്ട് കേറിയിട്ട് വണ്ടിയിലെ കാറ്റ് തിരിച്ചു തരണം. ഒരു അതേ ദിവസം പടച്ചോൻ ആരുതൊക്കെ ഈ മുഖം കെടുന്നു. ഇവര് പറയാ കാന്തപുരത്തിന്റെ മുഖം കെട്ടു. എങ്ങനെ? ഇവര് കോലുണ്ടാക്കുക, ഇവര് ആ കോലത്തിനുള്ളിൽ പടക്കം നടക്കുക, എന്നിട്ട് ഇവരെന്നെ പോയിട്ട് അത് പൊട്ടിക്കുക, എന്നിട്ട് കാന്തപുരത്തിന്റെ മുഖം കെട്ടുന്നത്. ചിലരൊക്കെ കെട്ടത് എവിടെ എപ്പോഴും കൊണ്ട് കൈയൊക്കെ പൊള്ളിക്കിടക്കണോ മോങ്ങ വെട്ടി കിടക്കണൊക്കെ. കാന്തപുരത്തിന്റെ മോങ്ങല് ഇവര് കോലുണ്ടാക്കണോ? അങ്ങനെ കാന്തപുരം മോങ്ങിടല് അത് വലിയ തമാശ. പിന്നെ നിങ്ങളിപ്പോ കാന്തപുരത്തിന് വേണ്ടി തോരക്കുന്നു ഞങ്ങളായിട്ട് വിചാരിക്കണ്ടോ? കാന്തപുരത്ത് ഉസ്താദിന്റെ കോലുണ്ടാക്കാൻ വരും, ആ കോല ഏറ്റി പോകാനും വരും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പടക്കം നിറച്ച് പൊട്ടിക്കാനും വരും, ലാസ്റ്റത് കത്തിക്കാനും വരും, കത്തിക്കുമ്പോ ചവിട്ടിങ്ങനെ കൈയൊട്ടാനും വരും. എന്നിട്ട് ഇവര് പറയാ കണ്ടോ കാന്തപുരത്തിന്റെ പിന്നെ മുഖം കെട്ടിയില്ലേ? ഇവരുണ്ടാക്കിയ കോലം കത്തിച്ച കാന്തപുരത്തിന് മുഖം കെടില്ല. മുഖം കെടൽ നിങ്ങൾക്ക് കാണോ? നിങ്ങൾ വളാഞ്ചേരിക്ക് വേണ്ടി നന്ന്. അന്ന് ഈ മൊയ്ലിയേർ ഇങ്ങനെ നിന്നിട്ട് നിങ്ങളെ ഈ ജാഥ നയിക്കുന്ന മൊയ്ലിയേർ ഇങ്ങനെ നിന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒച്ചപ്പാടുണ്ടാക്കുമ്പോ ഞങ്ങളുടെ മുത്ത് അതേ ദിവസം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് പറഞ്ഞെന്തറിയോ? ബഹുമാനപ്പെട്ട കാന്തൂർ ഉസ്താദിനോട് നിങ്ങൾ കേരളത്തിന്റെ പിതാവാട്ടാണ്. ആഭ്യന്തരമന്ത്രി ഷാളറിയിച്ച് എ പി ഉസ്താദിനെ സ്വീകരിക്കുമ്പോ അതേ ദിവസത്തിൽ ചേലാരി മൊയ്ലിയുടെ ഗതികേട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അയാൾ സ്റ്റേഷന്റെ മതിലിൽ. ഇനി അതൊക്കെ പോട്ടെ, യാത്ര തിരുവനന്തപുരത്തേക്കാണ്. നമ്മൾ ലക്ഷ്യമില്ലാതെ ബഹളം വെച്ചിട്ടുള്ള പോകും. സമാപനത്തിന് നമ്മളെക്കാൾ ആളെ കൂട്ടണം എന്നൊക്കെ ഇവർ വിചാരിച്ചു ഭയങ്കര സംഭവമാക്കി. പക്ഷെ എന്ത് ചെയ്തിട്ടും കൂടിയില്ല. അത് നിങ്ങൾ കണ്ടല്ലോ, മാർച്ച് സംഘടിപ്പിച്ച ആളെ കൂട്ടിയത്. എന്തായിരുന്നു സംഭവം? നമ്മളെ അമ്പലക്കടവ് പൈസ മൂപ്പര് പിന്നെ ജാല്യതൊക്കെ ഒന്ന് മറച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എപ്പിക്കാനും മഞ്ചേരി വഖഫ് ബോർഡിലേക്കുള്ള മാർച്ച് അവര് എല്ലാരെയും കൂട്ടി വരും. അതുകൊണ്ട് ഇത് സമസ്തയുടെ മാർച്ചാണ്, നമ്മളൊരു കരുത്താണ് തെളിയിക്കണം. എത്ര ഉണ്ടായിരുന്നു ചങ്ങായിമാരെ ഞങ്ങളെ മാർച്ച്? ഇതാണ് ലീഗേരന് മാറി ഞങ്ങളെ മാർച്ച് വട്ടപൂജ. മനസ്സിലായോ? ലീഗേര് മാറിന്ന നിങ്ങളെ മാർച്ച് വട്ടപൂജ. എന്നാ അതേ സമയത്ത് ഞങ്ങള് ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ മാറിന്നാലും നിങ്ങൾ മുസ്ലിം ലീഗരൊക്കെ മാറ്റി എന്നിട്ട് ചേലാരി സമസ്തക്കാരും ഞങ്ങളും കൂടി ഒരു സ്ഥലത്തേക്ക് പ്രകടനം നടത്താം. കൂടുതൽ ആൾക്കാർ ഞങ്ങൾ കാണിച്ചു തരാം. മെമ്പർമാരാരാണ് അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ മാർഗിസ്റ്റ് പാർട്ടിക്കാരെ മാറ്റി വെച്ചോളി, ഞങ്ങൾ ഇതോളാം. ഞങ്ങൾ പറഞ്ഞാൽ അതാണ് ഞങ്ങളായിട്ടുള്ള ഒരു പ്രസ്ഥാനം. അതാണ് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ചുരുക്കി പറയുകയാണെങ്കിൽ ഇവര് പ്രവർത്തകരൊക്കെ വണ്ടി ഏൽപ്പിക്കാൻ പോയിട്ടോ 29 ഇവർക്ക് തിരുവനന്തപുരത്തേക്ക് വണ്ടി വേണം, ടൂറിസ്റ്റ് ബസ്. മൊലാലിമാരെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ബസ് തിരുവനന്തപുരത്തേക്ക്. ഉണ്ടല്ലോ, എല്ലാം ഏൽപ്പിച്ചല്ലോ. 29 ഞങ്ങൾ പറയണ്ടേ? ഒക്കെ 28 എഴുതി വെച്ച്. എന്നാ 29 ആക്കണം. നിങ്ങൾ ഡേറ്റ് മാറുമ്പോ പറയണ്ടേ? അല്ല അതല്ല. ഏതല്ല? അല്ല അത് 28 കേരള യാത്രയാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ ഇനി എതിരുള്ള യാത്രയാണ്. ബസ്സേര് പറഞ്ഞു ഇവിടെ നേരെ പോണ യാത്രക്കന്നെ ബസ് തേച്ചിട്ട് എന്നിട്ടപ്പൊ എതിരെ പോണ യാത്രക്ക് ഒന്ന് പോയി അവിടുന്ന്. ചുരുക്കി പറയുകയാണെങ്കിൽ ആരും വേണ്ടിയില്ല. ഇതൊക്കെയാണ് മുഖം കടൽ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങള്? ഇതൊക്കെയാണ് മുഖം കടല്. എന്നിട്ട് ആ യാത്ര അവിടെ സമാപിച്ചു. ആ യാത്രക്ക് പോണ നമ്മളെ പ്രവർത്തകന്മാരെ പോലും ഇവര് തടഞ്ഞു നിർത്തി. ഈ യാത്ര എന്താ പ്രശ്നം? ഇവരേറ്റ് എന്താ പ്രശ്നം? മാനവികത ഉണർന്നി നിങ്ങൾക്ക് എന്താ അത്ര ഇടങ്ങേറ്? നിങ്ങൾ ആഴ്ചക്ക് മുഹമ്മദ് അലി കിനാലൂര് കാസർഗോഡ് ഒരു യൂണിറ്റ് സമ്മേളനത്തിൽ പ്രസംഗിക്കുക. ന്യൂ ജനറേഷൻ തിരിച്ചെഴുതുന്നു. ഞങ്ങൾക്കറിയാം ചേലാരിക്കാർക്ക് അതെന്താ തിരിയില്ലാന്നുള്ളത്. ഓൾക്ക് തിരിയില്ല. ന്യൂ ജനറേഷൻ തിരുത്തുകയാണ്. നമ്മളെ ശരിയാക്കാൻ വരിക വിചാരിച്ചിക്കണേച്ച. ഓല് പറഞ്ഞു കണ്ടോ, ഓല് ഒന്നായിട്ട് തിരുത്തി വരിക നമ്മൾക്കെതിരെ. നമ്മളെയാണാ പറയുന്നത്, ന്യൂ ജനറേഷൻ ഒക്കെ നമ്മളെയാണാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം. നിങ്ങൾക്ക് ഈ മലയാളം അറിയാത്തിന് ഞങ്ങളെ കുറ്റം പറഞ്ഞത് നല്ല കാര്യം. അങ്ങനെ നിങ്ങൾക്ക് ചീമുട്ടയേറ് മുഹമ്മദ് അലി കിനാലൂരിനെതിരെ കരിയോയിൽ പ്രയോഗം, ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു വർത്തമാനകാലത്ത് പ്രസക്തമായ ഒരു സന്ദേശത്തില് ഒരു പ്രമേയ പ്രഭാഷണം നടത്തുന്ന സംഘടനാ നേതാവിനെതിരെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നാൽ ഈ അക്രമങ്ങൾ കേരള യാത്രക്ക് നേരെയുണ്ടായിരുന്നു. വണ്ടി പോകുമ്പോ തടഞ്ഞു നിർത്തി, പല പ്രശ്നങ്ങളുണ്ടായി. മഹാനായ കാന്തപുരം ഉസ്താദ് അദ്ദേഹം ഒരു നേതാവാണ്. അണികളോട് എന്തേ പറഞ്ഞതറിയോ? നിങ്ങൾ ആരും നാട്ടിൽ ചെന്നിട്ട് പ്രതികാരം വീട്ടാൻ പോകരുത്, ആരും പക തീർക്കാൻ പോകണ്ട. ഉടയ തമ്പുരാനായ അള്ളാഹുവിനെ നമുക്ക് ഏൽപ്പിക്കാം. അള്ളാഹു വഴികൾ കാണിച്ചു തരും. അള്ളാഹു അവരെ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞു. പക്ഷെ അള്ളാഹു തആല ഇത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണിച്ചു കൊടുക്കുന്നു ഞാനും വിചാരിച്ചില്ല. കാസർഗോഡ് പോലെ സമ്മേളനം നടക്കണം. കാസർഗോഡ് സമ്മേളനം നടക്കുന്ന സമയത്ത് ആ സമ്മേളനത്തിലേക്ക് പോവുകയാണ് വണ്ടികൾ. കണ്ണൂരും കോഴിക്കോട്ടും കൂടെ ഒക്കെ വണ്ടികൾ പോവുകയാണ്. ആ സമയത്ത്
ഇവര് കള്ളമോടി എന്ന് പറയും. വണ്ടിയിൽ വിളിച്ചാൽ കള്ളമുടി എപ്പിസ്ഥാനോടുള്ള വെറുപ്പ് നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടാണ് അത് വിളിച്ചത്. പക്ഷെ കണ്ണൂരത്തെ ആൾക്കാർക്ക് എത്തും മുടി, ഓൽക്ക് ഇതൊന്നും തിരിഞ്ഞില്ല. ഓല് കേട്ടത് കള്ളമോടിന്നാ. ഓലെടുത്താണ് പെരുമാറി. കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് തോന്നേണ്ടത് തോന്നിയത്. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് മൊയ്ലിയരെ അനൗൺസ്മെന്റ് എന്താ മൂപ്പര് പറയാണ്, എല്ലാരും തിരിച്ചു പോണ സമയത്ത് മൈക്ക് ഓഫ് ചെയ്ത് പോകണം. മൈക്ക് കൂടി പലരും വിളിച്ചു പറഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചു. പരസ്യമായി പറയാൻ പറ്റാത്ത ചിലത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാരും തിരിച്ചു പോകുമ്പോ അദ്ദാത് ഉരുവിട്ട് പോകണം എന്നാണ് അയാൾ പ്രയോഗം തന്നെ. അങ്ങനെ അദ്ദാത് ഉരുവിട്ട് പോകണം. പോകുമ്പോ നിസ്കാരം ഇല്ല, അദ്ദാതും ഇല്ല, ദ്വയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പോകുമ്പോഴുള്ള തെറി വിളിച്ചു പോയി. കിട്ടേണ്ടത് കിട്ടിയപ്പോ തിരിച്ചു വരുമ്പോ ദിക്റും അദ്ദാതും പടച്ചോനൊക്കെ ഓർമ്മയായി. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയപ്പോ സംഭവം ഈ പരസ്യമായി പറയാൻ പറ്റാത്ത എന്തിയപ്പോ ഉണ്ടായിന്ന് അത് കേട്ടപ്പോ ലൈവായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ എന്തിപ്പോ ഉണ്ടായിന്ന് ഒരു അന്വേഷിച്ച് നോക്കുമ്പോഴാണ് സംഭവം തിരിഞ്ഞത്. സംഭവം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതിനിപ്പോ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും വിചാരിച്ചു. അത് വരാൻ സാധ്യതയില്ല. പട്ടാ പകല പെരുമാറ്റം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇവർക്കും തിരിയില്ല എന്തിനാ ഇവര് ഞങ്ങൾ നേരിടുന്നത്. അപ്പോഴാണ് ഒരുത്തം പറയുന്നത്, പഹയ മോഡിന്നാവും അയച്ചേക്ക് തിരിയുണ്ടാകും. മുണ്ടണ്ട മൈക്ക് ഓഫ് ആക്കി കളാ. നോക്കിങ്ങള്, ഇതൊക്കെയാണ് റസൂലുള്ളാന്റെ വല്ലാത്ത കഴിവ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ വിരോധം എവിടെ എത്തിച്ചു നിങ്ങൾ ചിന്തിക്കും. ഈ നിലക്ക് ഇവര് ഞമ്മളങ്ങട്ട് അരച്ചു കുടിക്കുക എന്നുള്ളത് മാത്രം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിരോധങ്ങളൊക്കെ മാറ്റിവെച്ച്, വൈരാഗ്യങ്ങളൊക്കെ മാറ്റിവെച്ച്, ഈ രാഷ്ട്രീയ വിജയ പരാജയങ്ങളുടെ പേരിൽ എന്തിനാണ് ഒരു നാടിന്റെ ഒക്കെ സ്വസ്ഥത തകർക്കുന്നത്? ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുണ്ടാകാം, മുസ്ലിം ലീഗുകാരുണ്ടാകാം. ഇതൊക്കെ പരസ്പരം നമ്മുടെ കുടുംബ കലഹങ്ങളിലേക്ക് പോകേണ്ട കാര്യമാണോ? മഹല്ലുകളിൽ ഭിന്നിപ്പിലേക്ക് പോകേണ്ട കാര്യമാണോ? നമ്മൾ ഒരുമയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അതിനാവശ്യമായ കൂട്ടായ്മകൾക്ക് ഓരോ മഹല്ലിലെയും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഉമറാക്കളും മുന്നോട്ട് വന്ന് ഇത്തരം അപശബ്ദങ്ങൾ, ഇപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ ഇക്കാലം അത്രയും ഇതുപോലെയുള്ള ഒരു പരിപാടി ഇവിടെ നടത്തിയിട്ടില്ലല്ലോ. ഇത് നടത്തേണ്ടി വന്നത് ഒരാവശ്യവുമില്ലാതെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ തെരുവ് തോന്നിയാസം പറഞ്ഞ് മാത്രം ജീവിച്ചു പഠിച്ചിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നിങ്ങൾ ഇത്തരം മഹല്ലുകളിൽ അനൈക്യങ്ങളോ ചിത്രതകളോ ഉണ്ടാക്കാതെ സന്തോഷത്തോടെ ഒരുമയോടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമ്മളെല്ലാവരും അച്ചടക്കമുള്ള പ്രവർത്തകന്മാരായി നമ്മുടെ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് നമ്മളൊക്കെ അച്ചടക്കത്തിന്റെ വക്താക്കളായി മാറണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമുക്ക് ദിക്ർ ചൊല്ലി നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ അബു ഹാജി ഉൾപ്പെടെയുള്ളവരെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് പിരിയണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങാതെ ദിക്ർ ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയ സഹായം കൂടെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരണം ഇൻഷാ അല്ലാഹ്. ആ ദിക്ർ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും